സോത്രം സോത്രം സോദരം സോദരം വരുവീൻ നാം യഹോവയ്ക്ക് ഘോഷിച്ചുല്ലസിക്കുക. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. ഹോവ മഹാദൈവമല്ലോ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നാം അവന്റെ കയ്യിലെ ആടുകളും. കർത്താവേ, ഇന്ന് രാത്രി കാലം ഇടയന്റെ സന്നിധിയിൽ ഇന്ന് രാത്രി നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മുടെ സ്തുതി സ്തോത്രങ്ങൾ ആരാധനകൾ കർത്താവിന് സൗരഭ്യവാസിനുള്ള ആരാധനയായി തീരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 സ്തോത്രം. മഹാപരിശുദ്ധന് നിത്യനുമായി ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല രാത്രിയുടെ യാമത്തിനായി സ്തോത്രം സ്തോത്രം. ഒരാഴ്ചവട്ട കാലം കൂടെ ഞങ്ങളെല്ലാവരെയും അവിടുന്ന് കാത്തു പരിപാലിച്ചപ്പന്റെ കരുതലിനായി, സ്നേഹത്തിനായി, വിശ്വസ്തതയ്ക്കായി എത്ര നന്ദി പറഞ്ഞാലും മതി വരുത്തില്ല കർത്താവേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ് ഞങ്ങളെ അവിടുന്ന് ജയോത്സവമായി നടത്തി ഞങ്ങളുടെ ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ തന്നു പോറ്റി പുലർത്തുന്ന കർത്താവേ, ഇന്ന് രാത്രി കാലം 2 or 3 പേർ അങ്ങയുടെ നാമത്തിൽ ഇവിടെ കുടിയാലോടെ മധ്യത്തിൽ ഞാനുണ്ടെന്ന് അരുളി ചെയ്ത കർത്താവേ, പരിശുദ്ധാത്മാവേ, അങ്ങേ ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുക കർത്താവേ. ഇന്നത്തെ പ്രാർത്ഥനകൾ, ആരാധനകള്, വചന ശുശ്രൂഷയെല്ലാം അങ്ങയുടെ നാമമഹത്വമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ കരങ്ങളിൽ ഏൽപ്പിക്കും. ഞാടിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണം. പാപങ്ങൾ എത്ര കടിഞ്ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കുന്നവനെ, രക്താംബരം പോലെ ആയാലും പഞ്ഞു പോലെ ആക്കുന്ന കർത്താവേ, അപ്പച്ച ഞങ്ങളെ സമ്പൂർണമായി ഏൽപ്പിക്കുന്നു. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് ഞങ്ങളെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കർമ്മേൽ പ്രയർ ഗ്രൂപ്പുള്ള എല്ലാ കുടുംബങ്ങളെയും രക്തം കൊണ്ടും വചനം കൊണ്ടും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. ആദ്യോടന്തം പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. പാട്ടുപാടുന്ന മകളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു കർത്താവ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു രാത്രികാല വർഷിപ്പ് ചെയ്യുവാൻ പ്രിയ സ്നേഹ സിസ്റ്ററെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. വചനവുമായി നിൽക്കുന്ന സിസ്റ്ററെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കയറുവാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കൂട്ടി വരുത്തണം. ആദ്യോടന്തം കുറച്ച് പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കണം. നെറ്റൊക്കെ അനുകൂലമാക്കി തരണം. എല്ലാ സാഹചര്യങ്ങളും അനുകൂലമാക്കി തരണം. ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്രം എല്ലാം ചന്തോചിതമായി ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കുക. സ്തോത്ര സകലം കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ. ഇന്ന് രാത്രി കാലം കർത്താവിന്റെ സന്നിധിയിലെ കർത്താവിന് പാടി ആരാധിക്കാൻ വേണ്ടി നമുക്ക് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി ഡോക്ടർ സ്നേഹയെ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. എല്ലാ ദൈവമക്കൾക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം നമ്മളെ അറിയിക്കുന്നു. സിസ്റ്റർ ഗ്രേസി ോടുള്ള പ്രത്യേക നന്ദിയെ ഈ സമയത്ത് അറിയിക്കുന്നു. നിങ്ങളോട് ചേർന്ന് കർത്താവിനെ ആരാധിക്കുവാൻ ഭൂമുഖത്തെ ദൈവം എനിക്കും ഒരവസരം തന്നതിന് ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്ത് സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലമുള്ള ആരാധന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരേണ്ടതിന്റെ സ്വർഗം നമുക്ക് വേണ്ടി തുറന്ന് അവന്റെ സാന്നിധ്യം ഹല്ലേലൂയ അധികമായി അനുഭവിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രികാലം നമ്മളെ ശക്തീകരിക്കുമാറാകട്ടെ. നമ്മുടെ യേശുവിന്റെ നാമത്തിന് തുല്യമായി വേറെ ഒരു നാമവുമില്ല. ആ നാമത്തെ ഇന്ന് രാത്രികാലം പാടി ഉയർത്തുവാൻ നമ്മളെ ഹൃദയങ്ങളെ കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണ ഏകാഗ്രതയോടുകൂടെ ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. രാജാ
ഉപവാസികളുമായുള്ളവരെ ഈ ഹോവയ്ക്ക് ആർപ്പിടുവിൻ. കൊട്ടിഘോഷിച്ച് കീർത്തനം ചെയ്യുവിൻ. കാഹളങ്ങളോടും തൂര്യനാദത്തോടും കൂടെ രാജാവായ യഹോവയുടെ സന്നിധിയിൽ ഘോഷിക്കുവിൻ. അവൻ ഇസ്രായേൽ ഗൃഹത്തിന് തന്റെ ദയയും വിശ്വസ്തതയും ഓർത്തിരിക്കുന്നു. ഭൂമിയുടെ അറുതികളൊക്കെ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയെ കണ്ടുപിടിക്കുന്നു. ഹല്ലേലൂയ. നല്ലവനായ കർത്താവിനെ, ഹല്ലേലൂയ. നമ്മുടെ ഭാരം ചുമക്കുന്ന കർത്താവിനെ, നമ്മളെ നന്നായി അറിയുന്ന, ഏതവസ്ഥയിലും നമ്മളോട് കൂടെ ഇരിക്കുന്ന കർത്താവിനെ ഇന്ന് രാത്രി കാലം ഹൃദയത്തോടെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എന്റെ ഭാരം ചുമക്കുന്നവൻ യേശു, എന്നെ നന്നായി അറിയുന്നവൻ യേശു, എന്റെ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. യേശു, എന്റെ സ്നേഹിതൻ. യേശു, എന്റെ പ്രാണപ്രിയൻ. യേശു, എന്റെ സ്നേഹിതൻ. യേശു, എന്റെ പ്രാണപ്രിയൻ. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, യേശു കൈവിടില്ല. ഞാൻ ഏകയായി തീർന്നിടട്ടെ, അധമനശ്ശതരെ യേശു മാറുകില്ല. എന്റെ ദേഹം ക്ഷയിച്ചിടട്ടെ, അശ്വതനരാധരെ യേശു കൈവിടില്ല. ഞാൻ ഏകയായി തീർന്നിടട്ടെ, അധമനശ്ശതരെ യേശു മാറുകില്ല. സുഖമുള്ള കാലത്ത്, സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. ഏതു നേരത്തും നമ്മുടെ ചാരിയിരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവിനെ, ഹല്ലേലൂയ. ഞാൻ നിന്നെ ഒരു നാള് കൈവിടില്ല, ഉപേക്ഷിക്കില്ലെന്ന് അരുളി ചെയ്ത കർത്താവിനെ, നമ്മുടെ ഭാരം ചുമക്കുന്ന കർത്താവിനെ, നമ്മുടെ വേദന അറിയുന്ന കർത്താവിനെ, നമ്മുടെ കണ്ണീർ തുരുത്തിയിലാക്കി നമ്മളെ ഓർക്കുന്ന പ്രാണനാഥന്റെ മുമ്പാകെ ഇന്ന് രാത്രി കാലം നമ്മളെ തന്നെ സമർപ്പിച്ച്, ഹല്ലേലൂയ. യേശുവേ, അങ്ങ് മാത്രം എന്റെ പ്രാണപ്രിയനെ ഏറ്റുപാടുവാൻ, ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഇന്ന് രാത്രി കാലം ശക്തീകരിക്കുമാറാകട്ടെ. യേശു, എന്റെ സ്നേഹിതൻ. യേശു, എന്റെ പ്രാണപ്രിയൻ.
ഖരാദിനെ രഥോരിയ ശതകരെ ഖാനഗാ അഥേരിയ തൽഖരാര ഷാദേ രഥിമന സതൽ ഖരാരേകാ അഥേരിയ ലശതീരിയ സ്തനാരേ രഥകനാ ജനാരകൾ പ്രൗഢ ഷാതേരിയ. We worship you, Lord Adonai. We magnify your name in all the earth. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എന്റെ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. പരിശുദ്ധ കർത്താവേ, നല്ല ആരാധന നിമിഷങ്ങൾക്കായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് നന്ദി പറയുന്നു. അല്പസമയം അങ്ങേ ആരാധിക്കുവാൻ, അങ്ങയുടെ നാമത്തെക്കാൾ മേലായ നാമമില്ലെന്ന് ഏറ്റുപാടുവാൻ ഞങ്ങളെ ബലപ്പെടുത്തിയ കൃപകൾക്കായി സ്തോത്രം. അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ചുറ്റും മീതെ കർത്താവേ ഒരു പെരുമഴ പോലെ അയച്ചിരിക്കാൻ സ്തോത്രം. മഹത്വം അങ്ങെടുക്കണം യേശു രക്ഷകന്റെ ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. എത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ പ്രിയ ഡോക്ടറെ സഹായിച്ചതിനായി ദൈവത്തിന് കോടാനുകൂടി സ്തോത്രം സ്തോത്രം. വൈദ്യശാസ്ത്രത്തിന് മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഒരു പാട്ടുകാരിയായാലും കർത്താവിന് വേണ്ടി ഏറ്റവും പ്രയോജനപ്പെടുവാൻ ഞങ്ങൾ ഒരുമിച്ച് ദൈവനാമത്തിൽ അനുഗ്രഹിച്ച് പ്രിയമകളെ ദൈവസേനയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ, ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലസ് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു സിസ്റ്ററെ. താങ്ക് യു. വീണ്ടും നമുക്ക് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കുള്ള സമയമാണ്. നമുക്ക് അനേക വിഷയങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥന വേഗത്തിൽ പ്രാർത്ഥിച്ച് പ്രിയദാസിക്ക് സമയം കൊടുക്കണം. അതുകൊണ്ട് നമ്മുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിനെ ഓർത്ത് നമുക്ക് ആദ്യമായി പ്രാർത്ഥിക്കാം. പ്രയർ ഗ്രൂപ്പിൽ കയറുന്ന എല്ലാ കുടുംബങ്ങളെ, പ്രത്യേകിച്ച് ബിനോയ് പാസ്റ്ററെ കുടുംബമായി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുകയും പ്രാർത്ഥിച്ച് ആശംസിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഇത്രത്തോളം സപ്പോർട്ട് ചെയ്യുന്നതിനും എല്ലാ ശനിയാഴ്ചയിലെ മീറ്റിംഗ് പാസ്റ്റർ ബിനോയാണ് കോർഡിനേറ്റ് ചെയ്തു തരുന്നത്. ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾക്കൊക്കെ ദൈവം മറുപടി കൊടുത്തുകൊണ്ടിരിക്കുന്നു. കൂടുതൽ കൂടുതൽ ശക്തിപ്പെടുത്തട്ടെ. അനേകായിരങ്ങൾക്ക് പ്രയോജനപ്പെടുവാനും ദൈവരാജ്യത്തിന് ഒരു മഹത്വമായി തീരുവാൻ ആ കുടുംബത്തെ ദൈവം സഹായിക്കുന്നതിനായി കോടാനുകൂടി സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവദാസനെ കുടുംബമായി നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. രാത്രികാലം കയറിയ എല്ലാ കുടുംബങ്ങളെയും, ഇനിയും കയറാനുള്ള കുടുംബങ്ങളെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാപിച്ചുകൊണ്ട് ആർക്കെങ്കിലും ഒരാൾക്ക് അമ്മളമാ പ്രാർത്ഥിച്ചാട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായി നല്ല കർത്താവേ, ഈ രാത്രി കാലം അവിടുത്തെ പ്രിയമക്കളായി ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ പാദപീഠത്തിൽ അടുത്ത് വരുന്ന കർത്താവേ, ഹല്ലേലൂയ. പ്രഭാതം മുതൽ ഈ സമയം വരെയും കർത്താവേ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒക്കെ കാത്തു പരിപാലിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നന്ദി പറയുന്നു കർത്താവേ, ഹല്ലേലൂയ. വീണ്ടും ഒരു പ്രാവശ്യം കൂടി കർത്താവേ, അപ്പന്റെ പാദാന്ത്യത്തിൽ വന്നിരിക്കുവാൻ തന്ന മഹാഭാഗ്യത്തിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങളുടെ സൂം മീറ്റിങ്ങിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. ഉള്ളതിനെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന കർത്താവിന്റെ കരത്തിലേക്ക് ഞങ്ങളുടെ മീറ്റിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, വരുമാറാക്കുന്ന ദൈവം കർത്താവെ, ദിനംതോറും വളർത്തിക്കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം. കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇതിൽ അഡ്മിനായിരിക്കുന്ന സിസ്റ്റർ ഗ്രേസിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ആയിരിക്കുന്ന രാജ്യത്ത് കർത്താവ് സൂക്ഷിച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സകല പ്രാർത്ഥനാ വിഷയങ്ങൾക്കും അപ്പൻ മറുപടി തന്നു മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പെൺമാമിച്ചെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഗ്രൂപ്പിൽ കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുവാൻ കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. നന്ദി പറയുന്നു കർത്താവെ. മാതാവിനെ കൂടുതലായി ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജീവിത പങ്കാളിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന സ്ഥലത്ത് കർത്താവ് കരുണയോടെ കാത്തു സൂക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാതാവിനെ കർത്താവെ അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ദാനമായി കൊടുത്ത 2 പെൺമക്കളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ.
അവരുടെ കുടുംബ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സാറേ ജോക്കുട്ടിനെയും കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ബാലാരിഷ്ടനെല്ലാം വിടുവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ മാതാപിതാക്കളെ അനുസരിക്കുന്ന മക്കളായി ദൈവത്തിൽ ആശ്രയിച്ച് ദൈവകൃപയിൽ വളരുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. റിറ്റിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മകളോടുള്ള വാഗ്ദത്തങ്ങളെല്ലാം കർത്താവ് പൂർത്തീകരിച്ചു കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സിജോയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സ്തോത്രം. ഹാലേലുയ സജോയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹാലേലുയ അവരുടെ കുടുംബ ജീവിതത്തെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ഈ നാളുകൾ ദൈവത്തിന്റെ മറുപടി കാണുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹാലേലുയ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. മോനിഷയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. അരുണിന് കൊടുത്തിരിക്കുന്ന ബിസിനസിനെ കർത്താവ് അനുഗ്രഹിക്കണമേ. ധനമായി കൊടുത്ത കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഹല്ലേലൂയ സ്നേഹ കർത്താവെ ഹല്ലേലൂയ രാവിലെ കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവെ കൊടുത്തിരുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മകളെ കർത്താവ് കൂടുതലായി അനുഗ്രഹിക്കുമാറാകണമേ. ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമേ. കർത്താവെ കൂടുതൽ വളരുവാൻ തക്കവണ്ണം ശുശ്രൂഷയിൽ മുന്നേറുവാൻ തക്കവണ്ണം ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ബിന്ദുവിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണമേ. സിന്ധുവിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ബാബു സഹോദരനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കർത്താവ് മറുപടി കൊടുത്തു മാനിക്കുമാറാകണമേ. കർത്താവെ പൈതങ്ങളുടെ വിഷയത്തിന്റെ മേൽ എന്റെ ദൈവത്തിന്റെ അത്ഭുതം കാണുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ ബീനായെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കർത്താവ് മറുപടി നൽകി മാനിക്കുമാറാകണമേ. മഞ്ജുഷയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മോളി സാമുവലിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കണമേ. ആരാധനയിൽ കടന്നു വരുവാൻ പ്രാർത്ഥനയിൽ മുന്നേറുവാനൊക്കെ കർത്താവ് സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാൻസിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ കേൾക്കുന്ന ദൂതുകളുടെ ആലോചനകളൊക്കെ വെളിപ്പെടുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുത്തു മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ. പ്രീതി സംഘത്തിൽ കർത്താവെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കർത്താവെ ആദ്യമായി കയറിയതാണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. കർത്താവെ ഹല്ലേലൂയ ഞങ്ങളുടെ ഗ്രൂപ്പിൽ കയറിയത് വലിയ അനുഗ്രഹത്തിന് കാരണമായി എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം സഹായിക്കുമാറാകണമേ. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും ദൈവം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശൈലിയെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് ദൈവം മറുപടി കൊടുക്കണമേ. കർത്താവെ ഷേർലിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും മറുപടി കൊടുത്തു മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സുസമ്മയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി കൊടുത്തു മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സുശീല ദേവിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ ഗ്രൂപ്പിൽ കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടുവാൻ സങ്കീർത്തനം വായിക്കുവാൻ ലീഡ് ചെയ്യുവാൻ ഒക്കെ കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും അനുഗ്രഹിക്കുമാറാകണമേ. രശ്മിയുടെ ശുശ്രൂഷയെ കർത്താവ് അനുഗ്രഹിച്ചു മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങൾക്കെല്ലാം ദൈവം മറുപടി കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ സഹോദരൻ സന്തോഷിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണമേ. സൗദിയുടെ പ്രദേശത്ത് കർത്താവെ ഏകനായിരിക്കുമ്പോൾ കർത്താവെ ഗ്രൂപ്പിൽ കയറി വന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആനിയെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പുവിനെ അലനെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. പ്രാർത്ഥനയിൽ മുന്നേറുവാൻ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഹല്ലേലൂയ സ്തോത്രം. കർത്താവെ ഈ ഗ്രൂപ്പിൽ കയറി എല്ലാ അഭിഷിക്തന്മാരെയും കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ബിനോയ് പാസ്റ്ററെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി കൊടുക്കണമേ. ഞങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ അത്ഭുതം കാണുവാൻ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എബി പാസ്റ്ററെ കർത്തന്റെ കാര്യങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് കർത്താവ് മറുപടി കൊടുത്തു മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
കർത്താവെ അഭിഷിക്ത കുടുംബങ്ങളെ എല്ലാം കർത്തനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഹല്ലേലൂയ. എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ. ഗ്രൂപ്പിൽ കയറി ഇതുവരെ ശുശ്രൂഷിച്ചിട്ട് കടന്നുപോയ എല്ലാ അഭിഷിക്തന്മാരെയും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണം. അവരായിരിക്കുന്ന രാജ്യങ്ങളിലെ സ്ഥലത്തെല്ലാം കർത്താവ് സൂക്ഷിച്ചുകൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഇതാ ഞാനും എന്റെ മക്കളും എന്ന് വചനം പറയുന്ന പോലെ കർത്താവെ എന്റെ കുഞ്ഞുങ്ങളെയും എന്റെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. സ്തോത്രം കർത്താവെ. ഞങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് കരുതുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. ധനമായി തന്ന പിഞ്ചു കുഞ്ഞുങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ. ദൈവകൃപയിൽ വളരുവാൻ, ദൈവാശ്രയത്തിൽ വളരുവാൻ, മാതാപിതാക്കളെ അനുസരിക്കുന്ന കുഞ്ഞുങ്ങളായി തീരുവാൻ, സഭയ്ക്ക് മാനമായി തീരുവാൻ തക്കവണ്ണം എന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ. കർത്താവെ സ്തോത്രം. കർത്താവെ ഇളയ പൈതലിനെ കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കാനഡയുടെ പ്രദേശത്ത് കർത്താവെ ഏകയായിരിക്കുമ്പോൾ ദൈവത്തെ അറിയുവാൻ, ദൈവത്തിൽ കൂടുതൽ ആശ്രയിച്ച് ജീവിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വചനം വായിക്കുവാനും ഒക്കെ കർത്താവ് പൈതലിനെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൈതലിനെ സൂക്ഷിച്ചു കൊള്ളുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിവാഹത്തിന്റെ വിഷയത്തിന്റെ മേൽ എന്റെ ദൈവത്തിന്റെ മറുപടി കാണുവാൻ ദൈവം ഈ ദിവസങ്ങളിൽ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ സമസ്ത വിഷയങ്ങളും കർത്തന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ഗ്രൂപ്പിനെ കർത്തന്റെ കരങ്ങളിലേക്ക് ഒന്നുകൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിക്കണമേ. കടന്നു വരാനിരിക്കുന്ന കുടുംബങ്ങളെ എല്ലാം കർത്താവ് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മധ്യസ്ഥ പ്രാർത്ഥനകളെല്ലാം കർത്താവ് കേട്ട് ഞങ്ങൾക്ക് മറുപടി തന്നു മാനിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സകല പ്രാർത്ഥനാ വിഷയങ്ങളെ പന്റെ പാദപീഠത്തിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. സകലതും യേശുനാമത്തിൽ തന്നെ. ആമീൻ. ആമേൻ ആമേൻ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ച മളമ്മേ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും ശക്തിയോടെ അനേകായിരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ എൻ്റെ മകളെ ദൈവം സഹായിക്കട്ടെ. വീണ്ടും നമുക്ക് നമ്മുടെ രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയെന്ന് അങ്ങയുടെ വചനം ആ ഭൂമി രണ്ടുപേർ ഐകമത്യപ്പെട്ട് എന്ത് യാചിച്ചാലും പിതാവ് പുത്രന് മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാമെന്ന് പറഞ്ഞ ഭർത്താവിന്റെ പാദപീഠത്തിൽ അനേക പ്രിയപ്പെട്ടവർ രോഗത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. പലതരമായ രോഗത്തിലെ ഓപ്പറേഷന് വിധേയരായിരിക്കുന്നവരുണ്ട്, ഗർഭിണികളായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗർഭകാലം അവരെ സഹായിപ്പാനും അതുപോലെ അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ പ്രസവിപ്പാനും ഒക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഗ്രൂപ്പിലുള്ള സകല കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളെ, മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുഞ്ഞുങ്ങളെ, അതുപോലെ ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളെ നമ്മുടെ എഴുതാനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ജൂലൈ മാസത്തിൽ അതിന് സർജറി പറഞ്ഞിട്ടുണ്ട്. തലയോട്ടി തുറന്നുള്ള സർജറിയാ. ആ സർജറി നടക്കാതിരിക്കുവാൻ വേണ്ടിയിട്ട് കർത്താവിന്റെ കര പൈതൽമേൽ ഇറങ്ങേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ നമ്മുടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ചൊവ്വാഴ്ച നടക്കുന്ന ബാബു ബ്രദറിന്റെ മകളുടെ വിവാഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. തലമുറകളില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുക. എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് ബാബു ബ്രദറെ പ്രാർത്ഥിച്ചോ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ബാബു ബ്രദറെ പ്രാർത്ഥിച്ചോ. മഹാപരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവേ, ഹല്ലേലൂയ. ഏറ്റവും പ്ലാറ്റ്ഫോമിലൂടെ കൂടി അങ്ങ് സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ അവിടുന്ന് നൽകിയ വൻകൃപയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഹല്ലേലൂയ. ഇവിടെ പറയപ്പെട്ടതായ വിഷയങ്ങളെ അവിടുത്തെ സന്നിധിയിലേക്ക് സമ്പൂർണ്ണമായി ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയൊക്കെ സ്വർഗമോകുന്ന സൗഖ്യമാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന് അരുളി ചെയ്ത നല്ല നാഥനെ, അവിടുന്ന് വാക്ക് പറഞ്ഞാൽ മാറാത്തവൻ, വാക്തത്വം ചെയ്തവൻ വിശ്വസ്തനാകിയാൽ അവിടുത്തെ വിശ്വസ്തയ്ക്കൊന്ന സ്വർഗം അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗിയുടെ അവിടുത്തെ ഹല്ലേലൂയ സൗഖ്യത്തിന്റെ ആത്മാവിന് സ്വർഗം വ്യാപരിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുത്തെ കരം ചലിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനെ സംഭവങ്ങളെ സംഭവമാക്കി തീർക്കുന്ന സർവശക്തിയുള്ള ദൈവമേ, ഹല്ലേലൂയ, അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ, വിടുതലയ്ക്കുമാറാകണമേ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അതായത് ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് വഴികളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവയുടെ എല്ലാ ബാലാരുഷതകളിൽ നിന്നും അവിടുന്ന് വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട ദൈവം
ഇടയാക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലേലൂയ കർത്താവേ, ഹാലേലൂയ. അവരെ അന്വേഷിക്കുന്ന സിസ്റ്റർമാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവർക്ക് ഹാലേലൂയ നല്ല ഒരു പ്രൈസിലെ ഡെലിവറി അവിടുന്ന് സ്വർഗം ദാനം ചെയ്യുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ്. യാതൊരു ബുദ്ധിമുട്ട് പ്രയാസങ്ങളും കൂടാതെ വണ്ണം സ്വർഗം അത് ചെയ്യുന്നതിനായി എന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്ന കർത്താവേ. ഹാലേലൂയ. കടഭാരത്താൽ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, അവർക്ക് വേണ്ടി സ്വർഗം പുതുവഴികൾ തുറക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓ, നീ തുറന്നാൽ ആരടയ്ക്കും, നീ അടച്ചാൽ ആര് തുറക്കും, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുവാൻ കഴിവുള്ള ദാവീദിന്റെ താക്കോൽ കയ്യിലുള്ളവരെ അത്ഭുതത്തിന്റെ വഴികളെ സ്വർഗം ഈ നാളുകളിൽ തുറക്കുമാറണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ശക്തനായവൻ എനിക്ക് വലിയവ ചെയ്തുവെന്ന് പറയുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ അത്ഭുതകര വിഷയത്തിന്റെ വേഗം അവിടുന്ന് വെളിപ്പെടുത്തുമാറണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ സ്തോത്രം. പ്രായമായിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന കർത്താവേ, മക്കളായ ഗുണങ്ങളെ എല്ലാ സമയത്ത് അവിടുന്ന് എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട വിവാഹങ്ങൾ നടത്തി കൊടുക്കുവാൻ എന്റെ ദൈവം മതിയായി അവിടുന്ന് വിശ്വസിക്കുന്ന കർത്താവേ. ദൈവത്തിന്റെ വചനത്തിൽ ഉണ്ടല്ലോ, ഹാലേലൂയ, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലല്ല, മക്കളായ ഗുണയെ ഒരുക്കി കൊടുക്കുന്ന അരുളി ചെയ്ത നല്ല നാഥേ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമേ, വിടുതലയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ സഭയായി കണ്ടാലേ ഈ ഗ്രൂപ്പായി ഹാലേലൂയ ഹാലേലൂയ വല്യങ്ങൾക്ക് വിടുവെന്ന് പ്രാർത്ഥിക്കുക. സ്വർഗം അത്ഭുതം പ്രവർത്തിക്കണം. ചെറിയ കൂട്ടമേ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് അരുളി ചെയ്ത നല്ല നാഥനെ അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിന് സ്തോത്രം. ഹാലേലൂയ ഹാലേലൂയ ഹാലേലൂയ. പിന്നെ ഹാലേലൂയ പ്രാർത്ഥിക്കാൻ കടപ്പെട്ട വിഷയങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സിസ്റ്റർ പറഞ്ഞ വ്യക്തികളെ ആ വിഷയങ്ങളെ പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗമായി വിടുതലയക്കണമേ, മറുപടി നൽകുമാറണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ച ബാബു ബ്രദറിനെ ധാരാളം അനുഗ്രഹിക്കട്ടെ. വീണ്ടും നമുക്ക് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ലോകരാജ്യങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ആ യുദ്ധം വേഗത്തിൽ നിർത്തലാക്കണം. അവൻ്റെ രഥങ്ങളെ അവൻ വില്ലൊടിച്ച് രഥങ്ങളെ തീയിലിട്ട് മിണ്ടാതാക്കുന്ന ദൈവമാ നമ്മുടെ ലോകരാജ്യങ്ങളെ എല്ലാ രാജ്യത്തും ഇരുന്നുകൊണ്ട് അനേക അഭിഷിക്തന്മാരും ഒക്കെയും ഈ വിഷയത്തെ ഓർത്ത് ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഒക്കെ ആയിരിക്കുന്നുണ്ട്. നമുക്ക് നമ്മുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ നമ്മുടെ ഇനി യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യേണ്ടതിന് വേണ്ടി കർത്താവിന് മനസ്സലിവിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ ഒരുമിച്ച് നമ്മുടെ ഇസ്രായേലിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇസ്രായേലിലും ഈ നാളുകളിൽ യുദ്ധങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ എയർപോർട്ടുകളൊക്കെ ഒത്തിരി അടച്ച് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. യാത്രക്കാർക്കൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ടാകാതെ വണ്ണം എല്ലാം സമാധാനം ഉണ്ടാകുവാൻ തക്കവണ്ണം യുദ്ധങ്ങളെ, ക്ഷാമങ്ങളെ, ഭൂകമ്പങ്ങളൊക്കെ കാതുകളിൽ കേൾക്കുമ്പോൾ നമ്മുടെ കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമാണെന്ന് നമ്മൾ അറിയുന്നത് കൊണ്ട് കർത്താവെ ഒരു പാപിയെങ്കിലും മാനസാന്തരപ്പെട്ട സ്വർഗം സന്തോഷിക്കും. അതിനുവേണ്ടി അക്ഷീണം പ്രവർത്തിക്കുന്ന എല്ലാ ദൈവദാസന്മാരെ എല്ലാ പ്രാർത്ഥനാ പടയാളികളെ ദൈവസന്നിധി നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ആരും ക്ഷീണിച്ചു പോകരുത്. നമ്മളെയൊക്കെ ദേശത്തിന്റെ കാവൽക്കാരാക്കി നിർത്തിയിരിക്കുമ്പോൾ കാവൽക്കാര രാത്രി എന്തായെന്ന് ചോദിക്കുമ്പോൾ രാത്രി കഴിവാറായി പ്രഭാതം വന്നിരിക്കുന്നു എന്ന് പറയത്തക്ക നിലവാരത്തിൽ ഉണർന്നും ജാഗരിച്ചു ഇരിപ്പാൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പ്രാർത്ഥിക്കുവാൻ നമുക്ക് എല്ലാവരെയും സഹായിക്കട്ടെ. അതുപോലെ നമ്മുടെ കേരളത്തെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നാളുകളിൽ ഒത്തിരി പ്രാർത്ഥനകൾ, ഉപവാസ പ്രാർത്ഥനകളെ, കൺവെൻഷനുകളൊക്കെ നടക്കുന്നുണ്ട്. അതെല്ലാം ദേശത്തിന്റെ അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുക. അനേകായിരങ്ങൾ പാപത്തിന്റെ അഗാധങ്ങളിൽ കിടക്കുമ്പോൾ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായി അനേകായിരങ്ങൾ കിടക്കുന്നുണ്ട്. അവരൊക്കെ മാനസാന്തരപ്പെട്ടത് എൻ്റെ കർത്താവിനെ കണ്ടെത്തുവാനൊക്കെ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലത്തെ നമ്മുടെ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ വർഷിപ്പ് നടത്തിയ നമ്മുടെ ഡോക്ടറെ ഓർത്ത് പ്രാർത്ഥിക്കാം, കൂടുതൽ ശക്തിപ്പെടുത്തുവാൻ. അതുപോലെ തന്നെ ഇന്ന് രാത്രികാലത്തെ വചന ശുശ്രൂഷ പ്രിയ കർത്താവിന്റെ ദാസിയെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കാം. നമ്മുടെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെയും അനേക അഭിഷിക്തന്മാരും ഒക്കെയും നമ്മൾ ആരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മുടെ കർമ്മേലിൽ വന്ന് ദൈവവചനം സംസാരിച്ച് അവരായിരിക്കുന്ന രാജ്യത്തെ, അവരായിരിക്കുന്ന കുടുംബങ്ങളെ, അവരുടെ കുടുംബത്തെ, മാതാപിതാക്കന്മാരെ, അതുപോലെ തലമുറകളെ എല്ലാം നമുക്ക് ഓർത്ത് ഇന്ന് രാത്രികാലം പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി ഞാൻ തന്നെ പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം 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 സ്തോത്രം. കാൽവറി കൂടി ഞങ്ങളെ
അത്യധികമായി സ്നേഹിക്കുന്നയുടെ വാഴ്ത്തപ്പെട്ട സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ശനിയാഴ്ചയുടെ രാത്രിയുടെ യാമത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഒരാഴ്ചവട്ട കാലം മുഴുവനും കർത്താവേ ആയിരുന്ന ഇടങ്ങളിൽ ഞങ്ങളെക്കാൾ ശ്രേഷ്ഠന്മാർ, സമ്പന്നന്മാർ, ആരോഗ്യവാന്മാർ, സൗന്ദര്യവതികളൊക്കെ പെട്ടെന്നുള്ള മരണത്താൽ ഭൂമിയുടെ മുഖത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹിയായി ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ തക്കവണ്ണം ഒരാഴ്ച കാലം കൂടി ഞങ്ങളെ കാത്തു പരിപാലിച്ചവൻ കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം. എത്ര സ്തുതിക്കണം അപ്പ, എത്ര നന്ദി പറയണം അപ്പച്ച. ഞങ്ങൾ നിന്നതല്ല കർത്താവേ, നീ അപ്പച്ചാ, രാത്രി കാലം ഞങ്ങൾ ഇന്ത്യ മഹാരാജ്യത്തെ ഞങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, ലോകരാജ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ത്യ മഹാരാജ്യത്തെ കർത്താവെ യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അനേക നിരപരാധികളുടെ ജീവൻ നഷ്ടപ്പെടുമല്ലോ അപ്പച്ച. അനേക കുടുംബങ്ങളിൽ നാഥനില്ലാതെ മക്കളില്ലാതൊക്കെ ആയി തീരും അപ്പ. യുദ്ധങ്ങളെ വേഗത്തിൽ നിർത്തലാക്കണമേ അപ്പ. ഈ രാജ്യങ്ങളിൽ സമാധാനം ഉണ്ടാകണമേ കർത്താവേ. അപ്പ പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന കർത്താവേ, തീവ്രവാദ സംഘടനകളെ കർത്താവേ പ്രവർത്തിക്കുന്നവരെ എല്ലാം അങ്ങ് മാനസാന്തരപ്പെടുത്തണമേ കർത്താവേ. യഹോവയുടെ ഭയം അവരുടെ മേൽ വരണമേ കർത്താവേ. ജീവനുള്ള ദൈവത്തെ കണ്ടെത്തുവാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാ പൈശാചിക സമാധാനം ഉണ്ടാക്കണമേ. ഭരണാധികാരികളെല്ലാം ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ലോകരാജ്യങ്ങളിലൊക്കെ ഈ ദിവസങ്ങൾ ഉപവാസത്തോടും പ്രാർത്ഥനയോടും അനേകായിരങ്ങളും കർത്താവെ ജനിച്ച മണ്ണിന് വേണ്ടി ഉപവാസത്തോടും കണ്ണുനീരോടും പ്രാർത്ഥിക്കും. നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന നിന്റെ ജനം തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എന്റെ മുഖം അന്വേഷിക്കുമ്പോൾ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ടവരുടെ പാപം ക്ഷമിച്ച് ദേശത്തിന് സൗഖ്യം വരുത്തി തരാമെന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പ സമാധാനത്തെ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുക കർത്താവെ. അപ്പൊ നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമാക്കി തരാമെന്ന് പറഞ്ഞ കർത്താവെ. ജമ്മു കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ദേശങ്ങളെ, പട്ടണങ്ങളെ, കുടുംബങ്ങളെ ഞങ്ങൾ അവകാശത്തോടെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ലോകരാജ്യങ്ങളെല്ലാം, യൂറോപ്യൻ രാജ്യങ്ങളെ ഏൽപ്പിക്കുന്ന, അറബ് രാജ്യങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ എല്ലാ ക്ഷീണം പ്രവർത്തിക്കുന്ന ദൈവദാസിമാരെ എല്ലാം അവരുടെ സഭയാം കുടുംബങ്ങളെല്ലാം ഞങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ ബിനോയ് പാസ്റ്ററെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അമേരിക്കയുടെ മണ്ണിലായിരിക്കുമ്പോൾ കർത്താവെ അങ്ങയോട് കാണിക്കുന്ന എല്ലാ കർത്താവെ സ്നേഹത്തിനും കരുതലും ഞങ്ങളുടെ കർമ്മേലി കർത്താവെ എന്റെ ഞങ്ങൾക്കൊരു അനുഗ്രഹമായി തീരുന്നല്ലോ. അതാത് ദിവസങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസന്മാരെ ഒക്കെ കൊണ്ട് തരുന്ന ദൈവദാസന്റെ കർത്താവെ കുടുംബം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന വൻ കൃപയ്ക്കായി സ്തോത്രം. യഹോവയ്ക്ക് വൻ കാര്യങ്ങളെ ചെയ്തെന്ന് പറയുവാൻ സഹായിക്കണേ. ഇന്ന് രാത്രികാലം വചനവുമായി നിൽക്കുന്ന പ്രിയ മകളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് രാത്രി കർമ്മേൽ പ്രേയറിനോട് അങ്ങേക്ക് പറയുവാനുള്ള നിന്റെ മകളിൽ കൂടെ ശക്തമായി ഞങ്ങളോട് സംസാരിക്കണം. പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഇന്ന് രാത്രി ബോധം വരുത്തുന്ന പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇന്ന് ശക്തമായി നിന്റെ മകളിൽ കൂടെ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ജീവിപ്പിക്കുന്നതാ, ഞങ്ങളുടെ അസ്ഥികൾക്ക് തണുപ്പ് തരുന്നതാ കർത്താവേ. അപ്പ യഹോവയുടെ വചനം തീ പോലെയും തീങ്കൽ പാറയെ തകർക്കുന്ന ചുറ്റിയുമാകയാൽ ഇന്ന് രാത്രികാലം യാവേ നിന്റെ മകളെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നിശ്ചയത്തോടും പ്രാഗൽഭ്യത്തോടും പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് സംസാരിപ്പാൻ അധികാരപ്പെടുത്തണം. അക്ഷരം കൊല്ലുമ്പോ ആത്മാവ് ജീവിപ്പിക്കുന്ന ശുശ്രൂഷ ചെയ്യുവാനിടയാക്കണം. കയറി ഓരോ കുടുംബങ്ങളെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങയുടെ മണ്ണിലിരുന്ന് നിറഞ്ഞ മനസ്സോട് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു
പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രി ആരെങ്കിലും ഭാരത്തോടെ, വേദനയോടെ, നിരാശയോടെ, നാളെയുടെ ദിവസം അഭിമുഖീകരിക്കാൻ കഴിയാത്ത ഭാരമേറിയ വിഷയങ്ങളുമായിരിക്കുന്നു എങ്കിൽ കർത്താവെ, ഒരമ്മയെ ആശ്വസിപ്പിക്കും പോലെ ഇന്ന് രാത്രി കാലം അങ്ങയുടെ വചനത്തിൽ കൂടെ ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ അല്പസമയം പാതപീഠത്തിലിരിക്കട്ടെ. കയറാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാം കൂട്ടി വരുത്തണം. അടിയനെ സമ്പൂർണമായി താഴ്ത്തി ഏൽപ്പിക്കാൻ ഒന്നുമായിട്ടില്ല കർത്താവ്. എന്റെ കൈക്കിണങ്ങരായുധമാക്കി എന്നെ മാനിക്കണമേ. അങ്ങയുടെ ഭൂമിയിലെ അമ്പാക്കി മിനിക്കിയ വാളാക്കി കർത്താവെ രാജ്യങ്ങൾക്ക് വെളിച്ചമാക്കി അവിടുന്ന് മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന അടിയന്റെ കുറവുകൾ ഇന്ന് രാത്രി കാലത്തെ ആരാധനയ്ക്കോ പ്രാർത്ഥനയ്ക്കോ വചന ശുശ്രൂഷയ്ക്കോ ഒന്നും തടസ്സമായി തീരല്ലേ. ചോദിക്കുന്നതിലും നിലയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മി വ്യാപരിക്കുന്ന ശക്തിയെ കഴിവുള്ള കർത്താവിന്റെ കരങ്ങളിൽ ഞങ്ങൾ വിട്ടുപോയ പ്രാർത്ഥനാ വിഷയങ്ങളെല്ലാം കർത്താവെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നാളത്തെ വിശുദ്ധ സഭായോഗത്തെ ഏൽപ്പിക്കുന്നു. ലോകമെമ്പാടും നടക്കുന്ന ആരാധനകളെ ഏൽപ്പിച്ച് എല്ലാം കേട്ട നാമമഹത്വമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിരിക്കുകയാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. സകലതും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ താഴ്മയോടെ ചോദിക്കുന്ന കൃപയോട് കേട്ടുത്തരം അരുളുമാറാകണമേ. ആമേൻ ആമേൻ ആമേൻ. ഇത്രത്തോളം സമയം നമുക്ക് അനേക വിഷയങ്ങളെ ഓർത്ത് ദൈവസന്നിധിയിൽ ഇടിവ് നിൽപ്പാൻ തക്കോണം ദൈവം നമ്മെ എല്ലാവരെയും സഹായിച്ചതിനായ ദൈവത്തിന് കോടാനുകോടി സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രാർത്ഥിച്ച എല്ലാവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. ഇനി നമുക്ക് വചന ശുശ്രൂഷയ്ക്കുള്ള സമയമാണ്. നമ്മുടെ മധ്യത്തില് അനുഗ്രഹിക്കപ്പെട്ട ദേവദാസിയെ നമുക്ക് ശുശ്രൂഷയെല്ലാം ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ദൈവസന്നിധി പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഈ സമയത്ത് വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ പ്രിയ കർത്തന്റെ ദാസി ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗോഡ് ബ്ലസ് യു. അലക്സ് ബ്രദറെ ഒന്ന് മ്യൂട്ട് ഇട്ടേക്കണേ. കേൾക്കാമോ എല്ലാവർക്കും? കേൾക്കാം സിസ്റ്റർ, കേൾക്കാം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. ശാംസ മനഗത ഭഗശാന്തലേ സുതന രഗന അരിബന അരിഗന റിജാരി ബലഘടകത ഭഗശാന്തലി സുംസമാന ബലാടികാതി ഭഗശാന്തലേ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായിരിക്കുന്ന സ്വർഗീയ ദൈവമേ, നല്ല പിതാവേ, അടിയന്റെ പകൽക്കാലം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ടൈം സോണുകളിൽ യേശുപ്പച്ചന്റെ മുഖത്തേക്ക് നോക്കുന്ന ദാസിദാസന്മാരായ ഞങ്ങളെ ഓരോരുത്തരെയും സ്വർഗം വീക്ഷിക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ശമനകര ബലഘടകത ഭഗശാന്തലേ. തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയങ്ങളെ യഹോവയെ നീ നിരസിക്കയില്ല. എന്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം വിവിധ വിഷയങ്ങളുമായി ആകുലങ്ങളും വ്യാകുലങ്ങളുമായി അപ്പന്റെ പാദപീഠത്തിൽ അമർന്നിരിക്കുന്ന ദാസിദാസന്മാരോട് എന്റെ സ്വർഗം കരുണ കാണിക്കുന്ന കൃപയ്ക്കായിട്ട് എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിന്റെ ഭാരം യഹോവയെങ്കിൽ ഇട്ടുകൊള്ളുക, അവൻ നിന്നെ പുലർത്താമെന്നുള്ളത് എന്റെ നീതിയുള്ള വാഗ്ദത്തത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഇന്ന് അപ്പാ ഞങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും ആകുലങ്ങളും വ്യാകുലങ്ങളും അപ്പന്റെ പാദപീഠത്തെങ്കിൽ ഇട്ടുകൊണ്ട് ഹല്ലേലൂയ അല്പസമയം തിരുവചനത്തിന്റെ ഏടുകളിലേക്ക് ഞങ്ങളുടെ കണ്ണുകളെ തിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് വാസ്തവമായി ഞങ്ങളോട് സംസാരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം. ശാംസമനഗത ഭഗശാന്തലേ. വചനം അതിന്റെ ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ലെന്നുള്ള നീതിയുള്ള വാഗ്ദത്തത്തിനായി സ്തോത്രം ചെയ്യുന്നു. അപ്പാ നിന്റെ തിരുവചനത്തിൽ മുന്നിലിരിക്കുമ്പോൾ അടിയന്റെ ബുദ്ധിമണ്ഡലത്തെ അഫലമാക്കിക്കൊണ്ട് എന്റെ നാവും ശബ്ദവും നിന്റേതായി തീരുവാൻ തക്കോണം യേശുപ്പച്ചന്റെ കരത്തിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവേ, പുത്രത്വത്തിന്റെ ആത്മാവിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഒരു കൃപ നീ തരണമേ. അന്തരീക്ഷത്തെയും കാലഘട്ടത്തെയും തിരിക്കുന്ന അഭിഷേകത്തിന്റെ നിറവിൽ നിന്നൊരു ശുശ്രൂഷ ചെയ്യുവാൻ അടിയനെ ഏൽപ്പിച്ചു തരുന്നു ദൈവമേ. ഹല്ലേലൂയ സ്തോത്രം. അപ്പാ അടിയന്റെ അഹം എവിടെയും പോകുവാൻ എന്റെ കർത്താവ് സമ്മതിക്കല്ലേ കർത്താവേ. നീ തന്ന മാറ്റമില്ലാത്ത വചനവും ദൂതുകളും പൊട്ടിയെ പോലെ ലോകത്തോട് വിളിച്ചു പറയുമ്പോൾ സ്വർഗം അതിന്റെ ക്രിയ ചെയ്യുന്നതിനായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അടിയനും അടിയനുള്ളവയും ഞാൻ യേശുവിന്റെ തിരുരക്തത്തിൽ മറയ്ക്കുന്നു. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം. ആത്മാക്കളെ വിവേചിപ്പാനുള്ള കൃപ നീ അടിയന് തരണമേ കർത്താവേ. വ്യക്തി ജീവിതങ്ങളോട് പരിശുദ്ധാത്മാവ് ഇടപെടുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. ഹല്ലേലൂയ. ലുദിയുടെ ഹൃദയം തുറന്നതുപോലെ ഞങ്ങളുടെ ഹൃദയത്തെ നീ തുറക്കുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് തന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ മുറ്റുമായി ഏൽപ്പിക്കുന്ന കർത്താവേ, ഇന്ന് ഞങ്ങൾ കേൾക്കുന്ന വചനം അതിന്റെ ക്രിയ ചെയ്യാതെ മടങ്ങി പോകത്തില്ല എന്നുള്ള തിരുവചനത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം. വാഗ്ദത്തത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യാചനകൾ നീ കേട്ടതിനായി സ്തോത്രം. യാചനകൾക്ക് മറുപടി തന്നതിനായി സ്തോത്രം. സകലമാനവും മഹത്വവും നീ തന്നെ എടുത്തുകൊള്ളണമേ. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നേശുപ്പച്ചന്റെ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. കൃപയുടെ ഉത്തരമരുളുമാറാകണമേ. ആമേൻ. സ്തോത്രം.
ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഈ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിലേക്ക് ഹല്ലേലൂയ സ്തോത്രം. ബിനോയ് പാസ്റ്ററാണ് എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നത്. ഞാൻ ആദ്യമായി എൻ്റെ സർവശക്തനായ ദൈവത്തെ, എൻ്റെ രക്ഷകനെ, എൻ്റെ വീണ്ടെടുപ്പുകാരനെ, നാൾ തോറും എൻ്റെ ഭാരങ്ങളെ പേറി എന്നെ പോറ്റുന്ന എൻ്റെ സർവശക്തനായ ദൈവത്തെ, എൻ്റെ രക്ഷകനെ, എൻ്റെ വീണ്ടെടുപ്പുകാരനെ സകലരുടെയും മധ്യത്തിൽ വെച്ച് ഞാൻ താണു വണങ്ങി നമസ്കരിച്ച് സ്തുതി സ്തോത്രം അർപ്പിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് ആരെയും തന്നെ പരിചയമില്ല. എന്നാലും എനിക്ക് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ബിനോയ് പാസ്റ്ററിനോടും അതുപോലെ ഈ പ്രയർ ഗ്രൂപ്പ് ലീഡ് ചെയ്യുന്ന ഗ്രേസി സിസ്റ്ററിനോടും, ഇന്ന് ഗാനങ്ങൾ ആലപിച്ച് നമ്മളെ ആത്മീയ തലത്തിലേക്ക്, ആരാധനയുടെ തലത്തിലേക്ക് കരം പിടിച്ച് നടത്തിയ ഡോക്ടർ സ്നേഹ സിസ്റ്ററിനോടും, ഈ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ ഇരിക്കുന്ന ഓരോ ദൈവമക്കളോടും എനിക്കൊരു അവസരം ഇങ്ങനെ ഒരുക്കി തന്നതിന് ഞാൻ സർവശക്തനായ ദൈവത്തോട് നന്ദി പറയുകയും ദൈവമക്കളായ ഓരോരുത്തരോടും ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അല്പമായിട്ട് എൻ്റെ സാക്ഷ്യവും വചനവും പറയുവാനാണ് പരിശുദ്ധാത്മാവ് അടിയനെ പ്രേരിപ്പിച്ചിരിക്കുന്നത്. എൻ്റെ പേര് പ്രീതി എന്നാണ്. ഞാൻ കർത്താവിന്റെ കൃപയാൽ ഈ US-ലായിട്ട് ക്ലോസ് ടു 30 years ആയി. ഞാൻ രക്ഷയിലേക്ക് കടന്നു വന്നത് 7th ഗ്രേഡിലാണ്. ഞാൻ ഫിസിക്കൽ തെറപ്പിക്ക് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഞാൻ സ്നാനപ്പെടുകയും പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത്. എനിക്ക് ഹസ്ബൻഡും കർത്താവിന്റെ കൃപയാൽ 3 കുഞ്ഞുങ്ങളും ഉണ്ട്. ഞാൻ ഒരു ജേക്കബൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്ന ഒരു വ്യക്തിയാണ്. പിണ്ടാകാരമായിരുന്നപ്പോൾ തന്നെ എൻ്റെ ദൈവത്തിന്റെ കണ്ണിനെ കണ്ടു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ പേരൻസ്, ഡാഡിയും കർത്താവിനെ അറിയാതെ, ഡാഡി പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു, എന്നാലും രക്ഷിക്കപ്പെടാതെയാണ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടത്. മമ്മി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട 3 months മുന്നെയാണ്. മമ്മി രഹസ്യമായി രക്ഷിക്കപ്പെട്ടു, പക്ഷേ സ്നാനപ്പെട്ടൊന്നുമില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ 3 പേരും കോളേജിലാണ് പഠിക്കുന്നത്. അവര് രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്നു, ഇതുവരെയും സ്നാനപ്പെട്ടിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് ഇതുവരെയും രക്ഷയുടെ അനുഭവത്തിൽ കടന്നു വന്നിട്ടില്ല. ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കർത്താവിന്റെ ജീവനുള്ള വചനത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ജോഷുവ 24:15 പറഞ്ഞിരിക്കുന്നത് പോലെ ഞാനും എൻ്റെ കുടുംബവും എല്ലാ കാലത്തും യഹോവയെ സേവിക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇന്ന് സൂമിലിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് വിവേചിച്ചു കൊണ്ടിരിക്കുകയാണ്. തനിയെ രക്ഷയിൽ വന്ന വ്യക്തി ജീവിതങ്ങളുണ്ട് ഇതിനകത്ത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശാംസമനഗതപകശന്തലേ. കർത്താവിന്റെ വചനം പറയുന്നു, ഞാൻ അവന്റെ പക്ഷമല്ല, അവൻ എൻ്റെ പക്ഷം ചേരുമെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അങ്ങനെയെങ്കിൽ നാളുകളായി നമ്മൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരാത്ത വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവിതമാണോ നിങ്ങൾ? ഭാരപ്പെടേണ്ട. ശാംസമനഗതപകശാന്തലേ. നിന്നെ വിളിച്ചവൻ വിശ്വസ്തൻ. ഹല്ലേലൂയ. വാക്കുമാറാത്തവൻ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ 7th ഗ്രേഡിൽ രക്ഷിക്കപ്പെട്ട് കർത്താവിന്റെ അതായത് ദൈവത്തെ ഇങ്ങനെ പ്രാർത്ഥിക്കും. ഞാനും പ്രാർത്ഥിക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വന്നാണ്. പക്ഷേ രക്ഷ എന്താണെന്നോ, അതുപോലെ സ്നാനം എന്താണെന്നോ, പരിശുദ്ധാത്മാഭിഷേകം എന്താണെന്നോ ഇതൊന്നും അറിയാത്തൊരു കാലഘട്ടത്തിലാണ് ഞാൻ ഫിസിക്കൽ തെറപ്പിക്ക് പഠിക്കാൻ പോകുന്നത്. അവിടെ വെച്ചാണ് ഞാനൊരു കൊച്ചു പ്രയർ ഗ്രൂപ്പിലൂടെയാണ് ഈ രക്ഷയുടെ അനുഭവം പൂർണ്ണമായി അനുഭവിപ്പാനും അതുപോലെ സ്നാനപ്പെടുവാനും പരിശുദ്ധാത്മാഭിഷേകം സ്വീകരിക്കാനും ഒക്കെ കർത്താവിന് എന്നോട് പ്രസാദം തോന്നിയത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതു വിധേനയും കർത്താവ് അവരെ പിടിക്കും. ഒരുപക്ഷെ രോഗത്തിലൂടെ ആയിരിക്കാം, പ്രതിസന്ധികളിലൂടെ ആയിരിക്കാം, കുടുംബ പ്രശ്നത്തിലൂടെ ആയിരിക്കാം, തലമുറകളിലൂടെ ആയിരിക്കാം. കർത്താവ് നമ്മളെ കണ്ടിട്ടുണ്ടെങ്കിൽ ഏതു വിധേനയും അവൻ നമ്മളെ പിടിച്ച് ദൈവസന്നിധിയിൽ കൊണ്ടുവരും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 3 വട്ടം ഞാൻ ദൈവസന്നിധിയിൽ നിന്ന് മറുതലച്ചു പോയൊരു വ്യക്തി ജീവിതമാണ്. പക്ഷേ ഞാൻ ഇന്നും പറയാ, കർത്താവ് ഒരുവനെ കണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് അവരെ വിടാതെ ഏതു വിധേനയും നിത്യസ്നേഹത്താൽ അവൻ നമ്മെ ചേർത്ത് പിടിക്കുന്നു എന്ന് പാട്ടുകാരൻ പാടിയിരിക്കുന്നത് പോലെ എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ നമ്മളെ ഏതെങ്കിലും വിധേന നമ്മളെ ചൂണ്ടയിട്ട് പിടിക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങളുള്ള വ്യക്തി ജീവിതങ്ങളെ നോക്കി ഞാൻ പറയുകയാണ്. ഞാൻ ആദ്യമൊക്കെ ഞാൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട വ്യക്തിയാണെന്നൊന്നും എനിക്ക് എൻ്റെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് എന്നെ യാക്കോബയെ തന്നെയാണ് കെട്ടിച്ചത്. അപ്പം ഒരു അച്ഛൻ കുടുംബത്തിൽ നിന്ന് ഒരു അച്ഛൻ കുടുംബത്തിലോട്ട് വരുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാവർക്കും അറിയാമല്ലോ. എന്നാലും കർത്താവിന്റെ കൃപയാൽ ഞാൻ എന്നിലുള്ള അഭിഷേകം നഷ്ടപ്പെട്ടു പോരുന്നത് എനിക്ക് എപ്പോഴും ആ ഒരു ഭയം എന്നിലുണ്ടായിരുന്നു. അത് നഷ്ടപ്പെട്ടു പോകുമോ. അതുകൊണ്ട് ഞാൻ കുടുംബജീവിതത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ പോലും
പോലും ഞാൻ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നതൊക്കെ അന്യഭാഷയിലും വചനം വായിക്കുന്നതും ഒക്കെയാണ്. കാരണം ഈ അഭിഷേകം നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ഈ ലോകത്തിലൊരു എന്താ പറയുന്ന ഒന്നുമില്ലാത്തവനെ പോലെ ആയിപ്പോകും. ആ ഒരു ഭയം എനിക്ക് ഞങ്ങൾ തമ്മിൽ ഒത്തിരി കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ എന്താ പറയാ, ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ ഞാൻ 3 വട്ടം ഒരു ഡിവോഴ്സ് പേപ്പർ മേടിച്ച ഒരു വ്യക്തിയാണ്. അപ്പം അതായത് വിശ്വാസത്തിന്റെ പേരിൽ. പക്ഷേ നമ്മൾ കർത്താവിന് വേണ്ടി നമ്മൾ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഓഗസ്റ്റിൽ 30 വർഷം ആകാൻ പോകുന്നു. പക്ഷേ എൻ്റെ കർത്താവ് അതായത് ദൈവം കൂട്ടിയോജിപ്പിച്ചതിനെ വേർപിരിക്കാൻ മനുഷ്യന് സാധ്യമല്ലെന്ന് പറയുന്ന ആ ഒരു വചനമായിരുന്നു എൻ്റെ ആപ്തവാക്യം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. 3ാമത്തെ ഡിവോഴ്സ് പേപ്പർ എനിക്ക് കിട്ടുന്നത് ഇപ്പൊ ഈ കോവിഡ് കാലഘട്ടത്തിലായിരുന്നു. പ്രിയ ദൈവമക്കളെ, വിശ്വാസത്തിന്റെ പേരിൽ പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ ഞാൻ ആദ്യത്തെ 2 വട്ടം തന്നപ്പോഴും ഞാൻ പേടിച്ച് അച്ചാച്ചൻ്റെ കൂടെ പള്ളിയിൽ പോകുമായിരുന്നു കുഞ്ഞുങ്ങളെയും കൊണ്ട്. അപ്പം ദൈവത്തോട് ഞാൻ പറയുമായിരുന്നു, കർത്താവേ എനിക്ക് നിവൃത്തിയില്ല. കാരണം പുള്ളിക്കാരൻ എന്നെ പേടിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ ചിന്തിക്കും, അയ്യോ എൻ്റെ കുഞ്ഞുങ്ങളെ തരത്തില്ല എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തലമുറ ഉണ്ടാകാനൊക്കെ ഞാൻ ഒരുപാട് പ്രയാസം. എൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമേ ഇന്ന് നേരം കാണത്തുള്ളൂ. എന്നാൽ അവിടെ ഇവിടെ തൊട്ട് വ്യക്തി ജീവിതങ്ങളെ വിവേചിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലൂടെ കടന്നു പോവുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അപ്പം അച്ചാച്ചൻ എപ്പോഴും ഇങ്ങനെ പേടിപ്പിക്കുന്നത് കൊണ്ട് ഞാൻ പിള്ളേരെയും കൊണ്ട് ഞാൻ പള്ളിയിൽ പോയി നിൽക്കും. എന്നാലും എല്ലാവരും കുർബാനക്രമങ്ങളും ഒക്കെ വായിക്കുന്ന സമയത്ത് ഞാൻ വായിക്കുന്നത് അന്യഭാഷയാണ്. ഞാൻ ഈ ബുക്ക് നോക്കി അന്യഭാഷയിൽ എല്ലാവരും ചുണ്ടണക്കി ഉറക്കെ പാട്ടൊക്കെ പാടുന്ന സമയത്ത് ഞാൻ അന്യഭാഷയിൽ ഈ ബുക്ക് നോക്കി കുർബാനക്രമം നോക്കി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു സമയമായിരുന്നു. 3ാമത്തെ ഡിവോഴ്സ് പേപ്പർ തരുന്ന ആ ഒരു സമയമായപ്പോൾ ആ ചാച്ചൻ പറഞ്ഞു, ഞാൻ കുഞ്ഞുങ്ങളെയും നിന്നെയൊക്കെ ഉപേക്ഷിച്ച് ഞാൻ നാട്ടിലോട്ട് പോവുകയാണെന്ന്. പ്രിയ ദൈവമക്കളെ, എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളും ഇളയതൊരു മോന്. 3 കുഞ്ഞുങ്ങളെ ഈ ദേശത്ത് എവിടെയാണെങ്കിലും ഒരു പെണ്ണിന് തനിയെ കുഞ്ഞുങ്ങളെ വളർത്തുക എന്ന് പറയുന്നത് തീർത്തും അസാധ്യകരമായ ഒരു കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് ഈ അമേരിക്കൻ കൾച്ചറൊക്കെ അറിയാമല്ലോ, വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, കർത്താവേ എന്നെ ഉപേക്ഷിച്ച്, ഞാൻ അച്ചാച്ചനോടും പറഞ്ഞു, ഉപേക്ഷിച്ചു പോവുകയാണെങ്കിൽ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരരുത് എന്ന് ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞു. പക്ഷെ ഞാൻ ദൈവസന്നിധിയിൽ പോയി ഞാൻ മുഴങ്കാൽ മടക്കി 21 ഡേയ്സ് ഞാൻ ഫാസ്റ്റിംഗ് എടുക്കാൻ ദൈവസന്നിധിയിൽ തീരുമാനമെടുത്തു. ആ ഒരു സാഹചര്യത്തിൽ പുള്ളിക്കാരൻ ആദ്യം ടിക്കറ്റ് ബുക്ക് ചെയ്തു. കഴിഞ്ഞ ഒരു 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ നിങ്ങളും ഭയപ്പെടുന്ന കോവിഡ് എന്ന മഹാമാരി വന്ന് ഈ രാജ്യം മൊത്തം അടച്ചിട്ടു. അതായത് എല്ലായിടത്തും ലോക്ക്ഡൗൺ ആയി, എയർപോർട്ട് എല്ലാം അടച്ചിട്ടു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അടച്ചിട്ട മുറിയിൽ എനിക്ക് കോവിഡ് വന്നു. ഞാനൊരു നഴ്സാണ്. എനിക്ക് ആദ്യം കോവിഡ് വന്നു. ഞാൻ വീട്ടിൽ കടന്നു. അച്ചാച്ചനെയും പിള്ളേരെയും എല്ലാരെയും ഓരോ മുറിയിലാക്കുന്നത് പോലെ കർത്താവാക്കി. പ്രിയ ദൈവമക്കളെ, കർത്താവ് ഒരു കുടുംബത്തെ നോട്ടമിട്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഏത് വിധേനയും ആ കോവിഡ് എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമായി മാറി. ഹല്ലേലൂയ സ്തോത്രം. ഇന്നും അച്ചാച്ചൻ പോകാനിരുന്ന 3 പ്രാവശ്യമാണ് പുള്ളിക്കാരൻ ടിക്കറ്റ് റീബുക്ക് ചെയ്തത്. പക്ഷെ പോകാൻ സാധിച്ചില്ല. ഇപ്പോഴും ഞാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്, കൊണ്ടുപോകാൻ വെച്ചിരുന്ന 2 പെട്ടിയും ഇപ്പോഴും എൻ്റെ ബേസ്മെന്റിൽ ഇരിപ്പുണ്ട്. പോകാൻ കർത്താവ് സമ്മതിച്ചില്ല. സ്വന്തം സഹോദരന്റെ മൂത്ത മോടെ കല്യാണത്തിന് ബോർഡർ കടക്കാൻ പോലും കർത്താവ് സമ്മതിച്ചില്ല. പ്രിയ ദൈവമക്കളെ, പ്രാർത്ഥന എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം വലിയൊരു വജ്രായുധമാണ്. നാം ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി നമ്മുടെ നിസ്സഹായ അവസ്ഥയെ ദൈവസന്നിധിയിൽ പറയുമ്പോൾ അത് നമ്മൾക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ എല്ലാവരും നമ്മളെ തഴഞ്ഞാലും ഹല്ലേലൂയ സ്തോത്രം ഷിംസദൂരംഗനി ഖരീല വടകദവക ശന്തല, കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു ശക്തിക്കും നമ്മളെ തകർക്കുവാൻ സാധിക്കത്തില്ല. ഞാൻ 3ാമത്തെ തവണത്തെ ആ ഡിവോഴ്സ് പേപ്പർ കിട്ടിയ ആ സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞു, പത്രോസിനെ പോലെ ഞാൻ പടകും വലയും ഉപേക്ഷിച്ച് ഹല്ലേലൂയ സ്തോത്രം, എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളല്ല വലുത്, എൻ്റെ പ്രിയപ്പെട്ടവനല്ല വലുത്, എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ നിലകൊള്ളാമെന്ന് ദൈവസന്നിധിയിൽ ഞാൻ തീരുമാനമെടുത്തു. പ്രിയ ദൈവമക്കളെ, ശാന്തലെ ഹല്ലേലൂയ. ആ ഒരാഴ്ച എൻ്റെ ജീവിതത്തിലെ വലിയൊരു ക്രൂഷ്യൽ ടൈം ആയിരുന്നു. കോവിഡ് വന്ന് സകലതും അടച്ചിട്ടു. എൻ്റെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ആ 3ാമത്തെ ഡിവോഴ്സ് പേപ്പറും കർത്താവ് വലിച്ചു കീറി. ഹല്ലേലൂയ. ഇന്ന് സൂമിലിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നോക്കി ഞാൻ പരിശുദ്ധാത്മാവിൽ വിവേചിച്ചുകൊണ്ട് ഞാനൊരു ദൂത് അറിയിക്കുകയാണ്. നിങ്ങളുടെ
ഭർത്താവാണോ വീട്ടിലെ പ്രശ്നക്കാരൻ? തലമുറയാണോ നിങ്ങളുടെ പ്രശ്നക്കാര്? എന്റെ ദൈവത്തിന് സ്തോത്രം. സമാധാനമില്ലാതെ, സന്തോഷമില്ലാതെ, ഹല്ലേലൂയ സ്തോത്രം, തലമുറകളെ കൊണ്ട്, പ്രിയപ്പെട്ടവനെ കൊണ്ട്, ഹല്ലേലൂയ സ്തോത്രം, അനുഭവിക്കുന്ന പ്രശ്നങ്ങളുമായി ഇരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നോക്കി പരിശുദ്ധാത്മാവിൽ ഞാനൊരു ദൂത് പറയുകയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. നമ്മൾ കർത്താവിന് വേണ്ടി നമ്മൾ നിലകൊണ്ടിട്ടുണ്ടെങ്കിൽ കർത്താവ് ഏത് വിധേനയും നമ്മുടെ കുടുംബജീവിതത്തെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ പ്രിയപ്പെട്ടവനെ പിടിച്ച്, ഹല്ലേലൂയ സ്തോത്രം, അപ്പന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ എന്റെ സർവശക്തനായ ദൈവം മതിയായവനായിരിക്കാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഞാൻ ഈ ഫിസിക്കൽ തെറപ്പിക്ക് പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ്, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ പറഞ്ഞല്ലോ ഞാൻ അഭിഷേകം പ്രാപിച്ചതും സ്നാനപ്പെട്ടതും ഒക്കെ. അപ്പൊ ഞാൻ അവിടെ ഒരു പ്രെയർ ഗ്രൂപ്പിൽ ഇങ്ങനെ പോവായിരുന്നു, പ്രാർത്ഥനയ്ക്കൊക്കെ പോവായിരുന്നു. ആ സമയത്ത് ഹല്ലേലൂയ സ്തോത്രം, ഒരു ദേവദാസൻ, എനിക്ക് പഠിക്കാൻ ഒരിക്കലും സമയം കിട്ടാറില്ല, കാരണം എല്ലാ പ്രാർത്ഥനയ്ക്കും ആരാധനയ്ക്കും ഓടി നടക്കുന്നത് കൊണ്ടും റൂമിൽ പ്രെയർ, എവിടെ പ്രെയർ ഉണ്ടെങ്കിലും അവിടെ ഒക്കെ പോവായിരുന്നു. പ്രിയ ദൈവമക്കളെ, പഠിക്കുവാൻ സാധിക്കാതെ പഠനത്തിൽ പിന്നോക്കമായിരിക്കുന്ന തലമുറകളെ നോക്കി ഭാരപ്പെടുന്ന ഒരു അമ്മയാണോ നിങ്ങൾ? ക്വസ്റ്റ്യൻസ് കാണിച്ചു തരുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നത്. എന്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. എല്ലായിടത്തും പ്രേയറിനും അതിനും ഒക്കെ പോയി എനിക്ക് പരീക്ഷയുടെ തലേദിവസമാകുമ്പോൾ പഠിക്കാൻ സമയം കിട്ടത്തില്ല. പക്ഷേ പിറ്റേ ദിവസം വരുന്ന ക്വസ്റ്റ്യൻസ് കാണിച്ചു തരുന്ന ഒരു കർത്താവിനെയാണ് ഞാൻ സേവിച്ചത്. എന്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അതായത് ഇന്ന് നിന്റെ തലമുറ, ഹല്ലേലൂയ സ്തോത്രം, പഠിക്കാൻ കഴിവില്ലെന്നോ പഠിച്ചത് ഓർമ്മയില്ലെന്നോ ഓർത്ത് ഭാരപ്പെടുന്ന ഒരു അമ്മയാണോ നിങ്ങൾ? ഭാരപ്പെടണ്ട. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് ഞാൻ പറഞ്ഞു കൊടുക്കും. എനിക്ക് അവരെ ഇവിടെ ട്യൂഷൻ കൊടുത്ത് പഠിപ്പിക്കാൻ ഇതിനുള്ള സാഹചര്യങ്ങളൊന്നും എനിക്കില്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയും, ക്വസ്റ്റ്യൻസ് കാണിച്ചു തന്ന ഒരു കർത്താവിനെയാണ് ഞാൻ സേവിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ തലേ ദിവസം എല്ലാവരും ഇരുന്ന് പഠിക്കുമ്പോൾ ഞാൻ അന്നേരം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വചനം വായിക്കുകയോ ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് കർത്താവ് എന്നെ നാണം കെടുത്താതിരിക്കാൻ ക്വസ്റ്റ്യൻസ് കാണിച്ചു തരുമായിരുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് നമ്മുടെ തലമുറകൾ പഠിക്കാൻ കഴിവില്ലെന്നോ അല്ലെങ്കിൽ ഓർമ്മശക്തി ഇല്ലെന്നോ പഠിക്കുന്നത് ക്വസ്റ്റ്യൻ അവിടെ എക്സാമിനേഷൻ ഹാളിൽ ചെല്ലുമ്പോൾ മറന്നു പോകുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്ന, ഹല്ലേലൂയ സ്തോത്രം, തലമുറയെ നോക്കി ഭാരപ്പെടുന്ന അമ്മയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ക്വസ്റ്റ്യൻസ് കാണിച്ചു തരുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് പറഞ്ഞു തരും. ഹല്ലേലൂയ സ്തോത്രം. കാരണം കർത്താവിന്റെ തിരുവചനത്തിൽ പറഞ്ഞിട്ടുണ്ട്, അവൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന്, നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരുന്ന ഒരു കർത്താവ് ഉണ്ടെന്ന്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ഓർമ്മശക്തി ഇല്ലാത്ത, പഠിച്ചിട്ടും ഹല്ലേലൂയ മാർക്ക് ലഭിക്കാത്ത തോറ്റുപോകുന്ന തലമുറയെ നോക്കി ഭാരപ്പെടുന്ന അമ്മയോട് അടിയൻ ആത്മാവിൽ ദൂത് വിളിച്ച് പറയുകയാണ്, ശിംസമനഗതവകശാന്തലേ, നമുക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം, നമ്മുടെ തലമുറകളെ ഹല്ലേലൂയ സ്തോത്രം, നിന്ദിക്കപ്പെട്ടിടത്ത് അപമാനിക്കപ്പെട്ടിടത്ത് മാനിക്കുവാൻ എൻ്റെ സർവശക്തനായ ദൈവം എഴുന്നേറ്റിരിക്കാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രക്തത്താലും വചനത്താലും ജയം എടുക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ എൻ്റെ മൂന്നാമത്തെ തലമുറ, എനിക്ക് തലമുറ ഉണ്ടാകാതിരുന്ന ഒരു 5 വർഷം എനിക്ക് തലമുറയില്ലായിരുന്നു. പ്രാർത്ഥന കൊണ്ടും ഉപവാസം കൊണ്ടുമാണ്, ഹല്ലേലൂയ സ്തോത്രം, ഞാൻ ഇവിടുത്തെ മെഡിക്കൽ ഫീൽഡ് ഇത്രയും അഡ്വാൻസ് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ തലമുറ ഉണ്ടാകാതെ വന്നപ്പം ഒടുവിൽ ഞാൻ മാനുഷികമായി ഞാനും ചിന്തിച്ചു. അച്ചാച്ചനോട് ഞാൻ പറഞ്ഞു, നമുക്കൊരു ഡോക്ടറിനെ കാണാൻ പോകാമെന്ന്. ആ ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ആദ്യം ഡോക്ടറിനെ കണ്ടു. അപ്പം ഡോക്ടർ പറഞ്ഞു, ഇതിനകത്തിരിക്കുന്ന നഴ്സസ് ഒക്കെ ഉണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കാരണം വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് വിവേചിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അവിടെ ചെന്ന് ആദ്യം ഡോക്ടർ പറഞ്ഞു സ്പേം കൗണ്ട് നോക്കണമെന്ന്. അപ്പൊ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, അങ്ങനെ സ്പേം കൗണ്ട് ഒന്നും നോക്കാൻ പറ്റത്തില്ല, എനിക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല, കുഴപ്പം മുഴുവൻ നിനക്കാണെന്ന് പറഞ്ഞു. അവിടെയും എൻ്റെ വഴി അടഞ്ഞു. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഞങ്ങളുടെ ഈ രാജ്യത്തെ നിലനിൽപ്പിനായിട്ടുള്ള, ഞാൻ H1-ലായി ഈ ദേശത്ത് വന്നത്. അപ്പൊ ഞങ്ങൾക്ക് വിസയ്ക്കൊക്കെ ഒത്തിരി ഇഷ്യൂസ് ഉണ്ടായി, തലമുറ ഉണ്ടാകുന്നില്ല. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്ത് ഞാൻ പാത്തും പതുങ്ങിയൊക്കെ ഇവിടെ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പം അച്ചാച്ചൻ്റെ ഉപ്പാപ്പനൊരു അച്ഛൻ പറഞ്ഞു, ഇങ്ങനെയൊന്നും ഈ കുടുംബത്തിൽ ഇതൊന്നും വഴിവിട്ട ജീവിതമൊന്നും അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല, അങ്ങനെ വേറെ രീതിയിൽ പെന്തക്കോസ്ത് ആരാധനയ്ക്കൊന്നും പോകാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാണ് എനിക്ക് ആദ്യത്തെ ഡിവോഴ്സ് പേപ്പർ കിട്ടുന്നത്. അപ്പൊ ആ ഒരു സമയത്ത്, അതായത് വിശ്വാസത്തിന്റെ പേരിലാണ് ആദ്യത്തെ ഡിവോഴ്സ് പേപ്പർ വന്നത്. അപ്പം ഞാൻ ദൈവത്തോട് പറഞ്ഞു, എന്നെ ഇവിടുന്ന് നാട്ടിലോട്ട് വിടാനായിട്ട് തീരുമാനിച്ചു. കാരണം വിസയ്ക്ക് ഇഷ്യൂസ്, പിന്നെ തലമുറയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിൽ
എൻ്റെ ഉപ്പാപ്പൻ്റെ നിർബന്ധ പ്രകാരം അച്ചാച്ചൻ ഒരു തീരുമാനമെടുത്തു. എൻ്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു, ഇനിയും അവളെ ഞങ്ങൾ നാട്ടിലോട്ട് വിടുക, കാരണം ഞങ്ങൾ പറയുന്നൊന്നും കേൾക്കുന്നില്ല. യാക്കോബായ വിശ്വാസത്തിൽ കൊണ്ടുവന്ന് നിന്നെ എന്നെ അങ്ങനെ കെട്ടിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഇറങ്ങി പെന്തക്കോസ്ത് വിശ്വാസത്തിൽ പോകുന്നതിനോട് ഞങ്ങൾക്ക് യോജിക്കാൻ സാധിക്കത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്തായാലും എനിക്ക് ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റത്തില്ല, കുടുംബജീവിതമില്ല, എന്നാ എനിക്കൊരു തലമുറയിലും തരണേന്ന് ഞാൻ കർത്താവിനോട് ഞാൻ ചോദിക്കാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, അപ്പം എല്ലാ കേൾക്കുന്ന ദൂതുകളും വാഗ്ദത്തങ്ങളും ഒക്കെ എല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ കേൾക്കുന്നുള്ളൂ. ആ ഒരു സമയത്ത് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എനിക്ക് വചനത്തിന്റെ ശക്തി എന്താണെന്നോ, വചനം പ്രാർത്ഥിക്കാൻ എനിക്ക് അങ്ങനെ വലിയ പ്രാർത്ഥനയൊന്നും അറിയത്തില്ല, എന്നാലും വചനത്തിലുള്ള ഓരോ വചനങ്ങളൊക്കെ ഇങ്ങനെ കർത്താവ് കാണിച്ചു തരുന്നു, അതൊക്കെ എനിക്ക് അറിയത്തുള്ളൂ. കാരണം ഇതിൽ എത്ര പേര് ജാക്കോബൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ വന്നവരുണ്ടോ എന്ന് അറിയത്തില്ല. കാരണം വചനം ദൈവമാണെന്നൊക്കെ ഞാൻ പഠിച്ചത് വിശ്വാസത്തിന്റെ ആ ഒരു കാൽച്ചുവടുകൾ ഞാൻ കൂടുതൽ ഉറപ്പിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് എനിക്ക് മനസ്സിലാകാൻ തുടങ്ങിയത്. കർത്താവ് എനിക്കൊരു വചനം കാണിച്ചു തന്നു. സാംസ് 127:3, മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവുമാണെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അപ്പം ഞാനൊരു പ്രാർത്ഥിക്കാൻ പോയ ഒരിടത്തെ ഒരു ആന്റി എന്നോട് പറഞ്ഞു തന്നു, ഇങ്ങനെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഒക്കെ വരച്ച് പ്രാർത്ഥിക്കണം, അത് കർത്താവിനെ വരച്ച് കാണിക്കണമെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ഞാനും 21 ദിവസം കർത്താവിന്റെ സന്നിധിയിൽ, രാവിലെ പുള്ളിക്കാരൻ ജോലിക്ക് പോകുമ്പം എൻ്റെ വിസയുടെ ഇഷ്യൂ ആയതുകൊണ്ട് എനിക്ക് ജോലിയില്ല, അപ്പൊ ഞാൻ വീട്ടിലിരുന്ന് ഇത് പ്രാർത്ഥിക്കുകയായിരുന്നു. ഞാൻ പടം വരച്ച് കർത്താവിന്റെ സന്നിധിയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം വരച്ച് എങ്ങനെ സ്പേം ട്രാവൽ ചെയ്യും, എങ്ങനെ യൂട്രസിൽ ഓവം ഡെപ്പോസിറ്റ്, സൈഗോട്ടും സ്പേമും ഓവവും സ്പേമും തമ്മിൽ യോജിച്ച് എങ്ങനെ സൈഗോട്ട് ഡിപ്പോസിറ്റ് ചെയ്യും, ഇങ്ങനെ ഇത് വരച്ച് ഞാൻ കർത്താവിനെ കാണിക്കാൻ തുടങ്ങി. പ്രിയ ദൈവമക്കളെ, ഒരു രാത്രി കൊണ്ട് എൻ്റെ കർത്താവിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്ന് ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒരു രാത്രി കൊണ്ട് കർത്താവ് അത്ഭുതങ്ങളെ ചെയ്ത് എനിക്ക് ആദ്യത്തെ തലമുറയെ കർത്താവ് തന്നു. ഹല്ലേലൂയ, സ്തോത്രം. അന്ന് ഞാനൊരു ദൂത് കേൾക്കാനിടയായി. എനിക്ക് ഒരു ദേവദാസൻ വന്ന് എൻ്റെ തലയെ കൈവച്ച് എന്നോട് പറഞ്ഞു, നിനക്ക് 3 തലമുറയെ കർത്താവ് തരുമെന്ന്. അന്ന് ഡിവോഴ്സ് പേപ്പർ പിടിച്ചോണ്ടിരിക്കുന്ന എനിക്ക് എന്ത് വിശ്വാസം ഉണ്ടാകാനാ പ്രിയ ദൈവമക്കളെ. ഞാൻ കർത്താവിനോട് പറഞ്ഞു, 3 നീ തന്നില്ലെങ്കിലും ഒരെണ്ണത്തിനെങ്കിലും എൻ്റെ കർത്താവെ എനിക്ക് തരണമേ എന്ന്. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ വാഗ്ദത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എപ്പോഴും അത് ഉവ്വ് എന്നുള്ളതാണ്. ആ വാഗ്ദത്തത്തെ പ്രാപിച്ചെടുക്കുക എന്നുള്ളത് അത് എന്റെയും നിങ്ങളുടെയും കടമയാണ്. നാം കേട്ട ദൂതുകളും വാഗ്ദത്തങ്ങളും, ഹല്ലേലൂയ സ്തോത്രം, കർത്താവിന്റെ മാറ്റമില്ലാത്ത വചനമാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന് വാക്ക് ഒന്നേ ഉള്ളൂ, മനുഷ്യനാണ് മാറിപ്പോകുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എൻ്റെ കർത്താവിനോട് പറഞ്ഞു, സമാന റബാന ബാരികല അടികാധിപക ശാന്തലെ, നിനക്ക് 3 തലമുറകളെ തരുമെന്ന് എൻ്റെ കർത്താവ് അടിയനോട് പറഞ്ഞു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ആ വിശ്വാസം കൊണ്ട് ഞാൻ 2ാമത്തെ പ്രഗ്നൻസി കഴിഞ്ഞിട്ട് ഞാൻ പോയി എൻ്റെ ട്യൂബ് ടൈ ചെയ്യാൻ പോയി. ഇതൊക്കെ എൻ്റെ അവിശ്വാസത്തിന്റെ പുറത്ത്, കാരണം കുഞ്ഞുങ്ങളെ വളർത്താനുള്ള പ്രയാസം, ഇതൊക്കെ അങ്ങനെ ചെയ്യാൻ പോയി. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും, ഹല്ലേലൂയ സ്തോത്രം, അൾട്രാസൗണ്ട് ചെയ്യുന്ന ആ ലേഡി ടെക്നീഷ്യൻ എന്നോട് ചോദിച്ചു, എന്നായിരുന്നു LMP എന്ന്. അപ്പൊ എനിക്ക് പറയാൻ അറിയത്തില്ല. അവര് നോക്കിയപ്പോഴത്തേക്കും ഒരു ഹാർട്ട് ബീറ്റ് കേട്ടു. കർത്താവ് എന്നോട് പറഞ്ഞതാ, നിനക്ക് തലമുറകളെ 3 പേരെ തരുമെന്ന്. പ്രിയ ദൈവമക്കളെ, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് മക്കളുടെ അമ്മയായി, 3 കുഞ്ഞുങ്ങളുടെ അമ്മയായി ഈ ഭവനത്തിൽ ജീവിപ്പാൻ എൻ്റെ സർവശക്തനായ ദൈവം അടിയന് ഭാഗ്യം തന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് അസാധ്യമെന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിങ്ങൾ ഒരിക്കൽ കേട്ട വാഗ്ദത്തമായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ദൈവദാസിയുടെ നിങ്ങൾ ഏതെങ്കിലും ദൂത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ ദൂത് നിങ്ങൾ ആ വാഗ്ദത്തം നിവൃത്തീകരിച്ചെടുക്കുക എന്നുള്ളത് അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. നിങ്ങൾ വിശ്വസിക്കണം. ഹല്ലേലൂയ സ്തോത്രം. കാരണം കർത്താവിന്റെ വചനം ദൈവമാണ്. ആ വചനം ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ലെന്ന് തിരുവചനം സാക്ഷിക്കുന്നുണ്ടെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം എന്ത് നിങ്ങൾക്ക് അസാധ്യമെന്ന്, അപ്രാപ്യമെന്ന് നിങ്ങൾ തോന്നുന്നുവോ, ആ വാഗ്ദത്തത്തെ മുറുകെ പിടിക്കുവാൻ നിങ്ങളുടെ ഓട്ടവും നോട്ടവും ധ്യാനവും അവങ്കിലേക്ക് മാത്രമായിരിക്കാൻ യേശുപ്പച്ചന്റെ കരത്തിലേക്ക് നമുക്കിന്ന് പകൽക്കാലം സമർപ്പിച്ചു പ്രാർത്ഥിക്കാം.
അച്ചാച്ചനെ കർത്താവ് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. 3 days പുള്ളിക്കാരൻ വെന്റിലേറ്ററിലായിരുന്നു. ഓൾമോസ്റ്റ് ക്ലോസ് ടു 2 weeks കോമയിലായിരുന്നു. അതിൽ നിന്നൊക്കെയും കർത്താവ് വിടുവിച്ച്, ഹല്ലേലൂയ സ്തോത്രം. ഞാനൊരു വിധവയാകേണ്ട സ്ഥാനത്ത്, അതായത് 6.5 മാസം എൻ്റെ കുഞ്ഞിനെ വയറ്റിലിരിക്കുന്ന സമയത്താണ് അച്ചാച്ചന് ഈ ഒരു ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അതിൽ നിന്നൊക്കെയും വിടുവിച്ച് ആരോഗ്യത്തോടെ ബലത്തോടെ 13 വർഷത്തോളം പുള്ളിക്കാരൻ 3 yearsോളം സിവിയർ ന്യൂറോ ട്രോമ സെന്ററിൽ പോയി തെറപ്പി എടുക്കേണ്ടി വന്നു. ഭാഷ 2ാമത് പഠിക്കേണ്ടി വന്നു. അങ്ങനെ എല്ലാ രീതിയിലും പുള്ളിക്കാരൻ തകർന്ന ഒരു നിലയിൽ, കുടുംബം ശിഥിലമായെന്ന് പറഞ്ഞാൽ മതി, അവിടെ നിന്ന് കർത്താവ് അച്ചാച്ചനെ എഴുന്നേൽപ്പിച്ചു. എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. ഇന്നും മർക്കടമുഷ്ടിയോട് യാക്കോബായ വിശ്വാസത്തിൽ നിൽക്കുന്നുവെങ്കിലും ഞാൻ ഇന്നും വിശ്വസിക്കുന്നു, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ സേവിക്കുന്ന എൻ്റെ സർവശക്തനായ ദൈവത്തെ സേവിപ്പാൻ കുടുംബമായി ഒരുമിച്ച് കർത്താവിന്റെ സന്നിധിയിൽ മുഴകാൽ മടങ്ങി എൻ്റെ സർവശക്തനായ ദൈവം അച്ചാച്ചന് ഒരു അവസരം ഒരുക്കുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. ഇന്ന് നിങ്ങളുടെ, ഹല്ലേലൂയ സ്തോത്രം, നിങ്ങളുടെ അസാധ്യതകളെ നോക്കി ഇന്ന് ആത്മാവിൽ നിങ്ങൾ പ്രവചിക്കുക, എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്ത് നിങ്ങൾക്ക് ഇന്ന് അപ്രാപ്യമെന്നോ അസാധ്യമെന്നോ തോന്നുന്നത്, ഹല്ലേലൂയ സ്തോത്രം, ആത്മാവിൽ അത് കണ്ട്, ഹല്ലേലൂയ സ്തോത്രം, എൻ്റെ ദൈവത്താൽ സകലതും സാധ്യമെന്ന്, ഹല്ലേലൂയ സ്തോത്രം, അസാധ്യ കാര്യങ്ങളെ എൻ്റെ സന്നിധിയിൽ കൊണ്ടുവരിക, അതിനെ ഞാൻ സാധ്യമാക്കി തരാമെന്ന് നമ്മളോട് വാഗ്ദത്തം ചെയ്ത, ഹല്ലേലൂയ സ്തോത്രം, എന്നോടും നിങ്ങളോടും വാഗ്ദത്തം ചെയ്ത സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം ഈ സൂമിൽ ഇരിക്കുന്നതിനായി എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അപ്രാപ്യമായ കാര്യങ്ങളെ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ ഞാന് എന്താ പറയാ, ഈ ആക്സിഡന്റ് ഒക്കെ അച്ചാച്ചനെ നോക്കാനായിട്ട്, അത് വെന്റിലേറ്ററിൽ കടന്ന സമയത്തും അതിനുശേഷം ICUവിൽ നിന്ന് റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്തും അച്ചാച്ചനെ നോക്കാൻ വന്നൊരു നേഴ്സ്, ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനെയൊക്കെ നഴ്സുമാർ ഉണ്ടോന്ന് എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു വലിയ അത്ഭുതമായിരുന്നു. കാരണം ഇവിടുത്തുകാരിയായ ഒരു വെളുമ്പി, ഒരു വൈറ്റ് നേഴ്സായിരുന്നു അച്ചാച്ചനെ നോക്കാൻ ആ സമയത്ത്. പുള്ളിക്കാരിയുടെ അസൈൻമെന്റ് ആയിരുന്നു. ഞാൻ എപ്പോഴും അന്ന് ഞാൻ ജോലി കഴിഞ്ഞിട്ട്, ഞാൻ അന്ന് തെറപ്പിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയം, ഞാൻ ജോലി കഴിഞ്ഞ് അവിടെ വരുമ്പോൾ ഈ നഴ്സ് ചെയ്തുകൊണ്ടിരുന്ന ആഫ്റ്റർനൂൺ ഷിഫ്റ്റാ, 3 to 11 ഷിഫ്റ്റാ പുള്ളിക്കാരി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അച്ചാച്ചന്റെ അടുത്ത് വന്ന്, ഇവരുടെ ബ്രേക്ക് ടൈമിൽ എപ്പോഴും വന്ന് അച്ചാച്ചന്റെ അടുത്ത്, കോമയിൽ കിടക്കുന്ന ആളോട് എപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കുകയും അതുപോലെ അന്യഭാഷയിൽ ആരാധിക്കുകയും വചനം വായിക്കുകയും എപ്പോഴും ഇങ്ങനെ പ്രാർത്ഥിക്കുക. അച്ചാച്ചന്റെ അടുത്ത് വന്നിട്ട് ഇവരുടെ ബ്രേക്ക് ടൈമിൽ എപ്പോഴും വന്ന്, അപ്പൊ ഞാൻ എപ്പോഴും ആലോചിക്കും, കർത്താവെ, ഞങ്ങളെ യാതൊരു പരിചയവുമില്ല, എന്നിട്ട് പോലും ഇത്രത്തോളം ആത്മാർത്ഥതയോടെ അച്ചാച്ചന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഇവർ ആരാന്ന് ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്നു. അപ്പൊ ഞാൻ എൻ്റെ ദൈവത്തോട് ഞാൻ പറഞ്ഞു, കർത്താവെ, ഞാൻ ഒരിക്കൽ പോലും ഒരു നഴ്സ് ആകണമെന്ന് ഞാൻ ചിന്തിച്ചതല്ല, പക്ഷെ ഇവരിൽ ഞാൻ ഒത്തിരി ഫാസിനേറ്റഡ് ആയി. അപ്പൊ ഞാൻ ഒരു ദിവസം ഇവരോട് ചോദിച്ചപ്പോൾ ഇവരോട് പറഞ്ഞു, ഇവരൊരു ഹെഡ് ഇഞ്ചുറി പേഷ്യന്റ് ആയിരുന്നു. ഇവര് കോമയിൽ കടന്ന സമയത്ത് ഇതുപോലെ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും സ്തോത്രം ചെയ്യുകയൊക്കെ ചെയ്ത് അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അങ്ങനെയാണ് അവരൊരു നഴ്സായത്. അപ്പൊ അന്ന് ഞാൻ ദൈവത്തോട് പറഞ്ഞു, കർത്താവെ, എനിക്കൊരു അവസരം തരുവാണെങ്കിൽ, എൻ്റെ അക്കാലത്തിലേക്ക് മടങ്ങുവാണെങ്കിൽ, വെൻ ഹി കംസ് ബാക്ക് ടു ലൈഫ്, ഞാനും ഒരു നേഴ്സ് ആയിക്കൊള്ളാമെന്ന്. പ്രിയ ദൈവമക്കളെ, ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചതല്ല ഞാനൊരു നേഴ്സ് ആകണമെന്ന്. പക്ഷേ അച്ഛനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന എൻ്റെ സർവശക്തനായ ദൈവം, ഹല്ലേലൂയ സ്തോത്രം. ഇന്ന് നേഴ്സ്, എനിക്ക് പഠിക്കാൻ സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ ജോലി സ്ഥലത്ത് ഞാൻ ചെന്ന് ചോദിച്ചപ്പോൾ അവരുടെ ചെലവിൽ, അതായത് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ചെലവിൽ എനിക്ക് പഠിക്കാൻ, ഒരു നേഴ്സ് ആകാൻ എൻ്റെ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. ഇന്ന് അനേകരോട് സുവിശേഷം പറയാൻ, അല്പമായിട്ടെങ്കിലും ദൈവമക്കളുടെ മുമ്പിൽ നിന്ന് സർവ്വനായ ദൈവത്തെ ഉയർത്തി കാണിക്കുവാൻ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, വിഷമതകൾ മനസ്സിലാക്കുവാൻ ഇതൊക്കെയും കർത്താവ് എനിക്ക് അവസരം തരുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ നമുക്ക് തരുന്ന താലന്തുകൾ, ചിലപ്പം നമുക്ക് പ്രവർത്തിക്കാൻ കഴിവ് കാണത്തില്ല, സംസാരിക്കും, പക്ഷേ നമ്മൾ ജീവിതം കൊടുത്തുകൊണ്ട് നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, നമ്മളത് മുമ്പിൽ തെളിയിച്ചു കാണിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് നമ്മിലുള്ള ക്രിസ്തു എന്ന സൗരഭ്യവാസന മറ്റുള്ളവരിലേക്ക് പകരപ്പെടുകയാകും. എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമുക്ക് തന്നിരിക്കുന്ന താലന്തുകൾ ഒരു പക്ഷേ ചെറുതായിരിക്കാം, അതിനെ നമ്മൾ വയ്ക്കുമ്പോഴാണ് കർത്താവ് അധികമായി കൃപ തന്ന് നമ്മളെ സഹായിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ.
പിന്നെ നാളുകൾക്ക് മുമ്പ് 26 വർഷങ്ങൾക്ക് മുമ്പ് കർത്താവ് എൻ്റെ മേൽ, ഞാനന്ന് തെറപ്പിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പം കർത്താവ് തന്ന ഒരു വാഗ്ദത്തമായിരുന്നു, നീ വചനം പറയുമെന്നും കർത്താവിന് വേണ്ടി നീ നിലകൊള്ളുമെന്നൊക്കെ. അതൊക്കെ ഞാനങ്ങ് മറന്ന് എന്താ പറയാ, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നപ്പോൾ ഇങ്ങനെ വചനം പറയുമെന്നോ അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. പക്ഷേ ഈ കോവിഡ് എന്ന മഹാമാരി വന്ന കാലത്ത് എൻ്റെ ദൈവത്തിന് സ്തോത്രം, എൻ്റെ സർവ്വശക്തനായ ദൈവം എനിക്കും ഒരു അവസരം തന്നു കർത്താവിന്റെ വചനം പഠിക്കുവാനും. ഹല്ലേലൂയ. സാധ്യതകളും സാഹചര്യങ്ങളും ഒക്കെ പ്രതികൂലമായിരുന്നെങ്കിലും എൻ്റെ ദൈവത്തിന് സ്തോത്രം. അന്നൊക്കെയാണ് ഇങ്ങനെ ഓൺലൈനായിട്ട് ആദ്യം ബൈബിൾ കോളേജ് ഒക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ എൻ്റെ സർവ്വശക്തനായ ദൈവം എനിക്കും ഒരു അവസരം തന്നു വചനം പഠിക്കുവാൻ. ഇന്ന് ഹല്ലേലൂയ സൂമിലിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് വിവേചിക്കുകയാണ്. കർത്താവിന് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം നിലകൊള്ളുവാൻ, അപ്പന് വേണ്ടി ചിലതൊന്ന് ചെയ്യുവാൻ എനിക്കൊരു സാക്ഷ്യം പറയാൻ കഴിവില്ലെന്ന് ചിന്തിക്കുന്ന ദാസിയെ, എനിക്കൊരു വചനം പറയാൻ ഒത്തിരി ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പേടിയാ. മറ്റുള്ളവരെ നോക്കുമ്പോൾ, മറ്റുള്ളവരുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ വാക്കുകൾ കിട്ടുന്നില്ല, ചിന്തിക്കാൻ പറ്റുന്നില്ല, പറയുന്ന വചനം ഓർക്കുന്നില്ല. ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഈ സൂമിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വിവേചിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അപ്പന്റെ കരത്തിലേക്ക് നീ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഷീംസദൂരകലി ഘടീതവക ശന്തല, നമ്മളുടെ അവൈലബിലിറ്റി ആ കർത്താവ് എപ്പോഴും നോക്കുന്നത്. നമുക്ക് കഴിവുണ്ടോ ഇല്ലയോ എന്നുള്ളത് അതൊക്കെ സെക്കൻഡറി ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കർത്താവിന് വേണ്ടി അവൈലബിൾ ആകുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഷീംസദൂരകലാടികാതിപക ശന്തലെ, നമ്മളെ പ്രയോജനപ്പെടുത്തുവാൻ ഒരു കഴിവുമില്ലാത്ത മുക്കുവന്മാരെ പിടിച്ചാണ് കർത്താവ് ഹല്ലേലൂയ സ്തോത്രം സുവിശേഷം പറയുവാൻ ലോകമെമ്പാടും അവരെ പറഞ്ഞയച്ചത്. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കഴിവില്ലായ്മകളെ കർത്താവിന്റെ കർത്താവ് എടുത്ത് ഉപയോഗിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മളെ ഒരു മാനപാത്രമാക്കി സർവ്വശക്തനായ ദൈവം മതിയായവനായിരിക്കാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഞാൻ ഇങ്ങനെ വചനമൊന്നും പറയാൻ എനിക്ക് യാതൊരു കഴിവുമില്ലാത്ത ഒരാളായിരുന്നു. ഞാൻ പഠിച്ചു ഈ യാക്കോബായ വിശ്വാസത്തിലിരുന്ന സമയത്ത് എനിക്ക് പ്രസംഗിക്കണമെന്നൊരു വലിയ ആഗ്രഹം ഉണ്ടായിട്ട് ഞാൻ ഒരു കോമ്പറ്റീഷന് വേണ്ടി പോയി. ആ സമയത്ത് ഞാൻ അവിടെ ചെന്ന് ഒരു മർത്തമറിയ സമാജത്തിനകത്ത് സൗത്ത് അമേരിക്കൻ ഒരു ഡയോഷ്യസ് കോൺഫറൻസിന് വേണ്ടിയാ ചെന്നത്. അവിടെ ചെന്ന് നിന്ന് പ്രസംഗിക്കാൻ നിന്നപ്പോഴത്തേക്കും ഞാൻ പ്രസംഗം അങ്ങ് മറന്നുപോയി. അത്രയും പെണ്ണുങ്ങളെല്ലാം ഇരിക്കുന്നിടത്ത്, അച്ഛന്മാരും മെത്രാന്മാരും ഒക്കെ ഇരിക്കുന്നിടത്ത് പ്രസംഗം മറന്നുപോയി. പക്ഷെ ഞാൻ ധൈര്യം സംഭരിച്ച് എൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പർ എടുത്ത് ഞാൻ വായിച്ചു. കാരണം നാണം കെടാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ച്. അത് കഴിഞ്ഞ് പ്രൈസ് ഡിസ്ട്രിബ്യൂഷന്റെ ഒക്കെ സമയത്ത് അവിടെ നിന്ന് അച്ഛൻ തിരുമേനി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു, എൻ്റെ അമ്മാമ്മയെ അറിയാൻ മേലാത്ത പണിക്ക് എന്തിനാ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അന്ന് തൊട്ട് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു, ദൈവമക്കളുടെ മുമ്പിൽ ഒന്ന് കർത്താവേ എനിക്ക് ഒരു വചനമെങ്കിലും ഒരു വാക്കെങ്കിലും 4 പേരുടെ മുമ്പിൽ വെച്ച് പറയാൻ ഒരു കൃപ തരണേന്ന്. ഇന്ന് സൂമിലിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾ ഇതുപോലെ കർത്താവിന്റെ വചനം പറയാൻ ആഗ്രഹിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് വിവേചിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് അന്നൊന്നും അറിയത്തില്ലായിരുന്നു പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് മാത്രമേ നമുക്ക് വചനം ശുശ്രൂഷിക്കാൻ പറ്റുമെന്ന്. പ്രിയ ദൈവമക്കളെ, കർത്താവിന്റെ നിന്റെ ബലഹീനതകളെ നീ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നിന്നെ മാനപാത്രമാക്കുവാൻ എൻ്റെ സർവശക്തനായ ദൈവം മതിയായവനായിരിക്കാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിനക്ക് കഴിവില്ലെന്ന് ഹല്ലേലൂയ സ്തോത്രം അപ്പനോട് പറയുമ്പോൾ നമ്മളെ കഴിവുള്ളവനാക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം അവൻ മതിയായവനാണ്. ഹല്ലേലൂയ. ഇന്ന് കയറിയ ഗൂഗിൾ മീറ്റിനും സൂമിനും ഒന്നും ഒരു കണക്കില്ല. എനിക്ക് ആരെയും അറിയത്തില്ല. പക്ഷെ കയറിയിരിക്കുമ്പോൾ അപ്പന്റെ കരത്തിലേക്ക് നമ്മൾ ഒന്നുമില്ലെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ ഹല്ലേലൂയ സ്തോത്രം അപ്പൻ പ്രയോജനപ്പെടുത്താൻ അവൻ വിശ്വസ്തനാണ് എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുപോലെ നമ്മുടെ പോരായ്മകളും കഴിവുകേടുകളും ഒക്കെ അപ്പന്റെ കരത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ നമ്മളെ പ്രയോജനമുള്ളവരാക്കി മാറ്റുവാൻ ഒരുപക്ഷെ നമുക്ക് എപ്പോഴും ചിലർക്ക് വചനം ശുശ്രൂഷിക്കാനുള്ള കൃപയായിരിക്കും, ചിലർക്ക് പാടുവാനുള്ള കൃപയായിരിക്കും, ചിലർക്ക് പ്രാർത്ഥിപ്പാനുള്ള കൃപയായിരിക്കും. കർത്താവ് കൊടുക്കുന്ന താലന്തുകൾക്ക് വ്യത്യാസമുണ്ട്. പക്ഷേ നമ്മുടെ അവൈലബിലിറ്റി നമ്മൾ ദൈവത്തിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ കർത്താവ് നമ്മളെ പ്രയോജനപ്പെടുത്തും എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് തിരുവചനത്തിന്റെ പിന്നെ ഞാൻ ഒന്നുകൂടെ പറയാം. ഹല്ലേലൂയ സ്തോത്രം. എനിക്ക് ഈ വചനത്തിന്റെ ശക്തിയെ കുറിച്ചൊന്നും എൻ്റെ ജീവിതത്തിൽ അതൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിലെ പല മേഖലകളിലൂടെ, അതായത് കുടുംബ തകർച്ച, സാമ്പത്തിക തകർച്ച, തലമുറകളിലൂടെയുള്ള പ്രശ്നം, ഭാര്യാഭർത്തൃ ബന്ധത്തിലൂടെയുള്ള പ്രശ്നം, ഇതിലൂടെയൊക്കെ കടത്തിവിട്ട് എൻ്റെ സ്വന്തം ജീവിതത്തിലൂടെയാണ് കർത്താവ് എന്നെ പണിതെടുത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പണ്ട് പ്രവാചകന്മാരിലും പ്രവാചകിമാരിലും ഒക്കെ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ കർത്താവ്
കർത്താവിന്റെ വചനത്തിൽ പറഞ്ഞിട്ടില്ലാത്ത ഒരു പ്രോമിസ് വേർഡ്സും ഹല്ലേലൂയ സ്തോത്രം ഒരു മനുഷ്യനും പറയാൻ കഴിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. പ്രിയ ദൈവമക്കളെ, പ്രവാചകന്മാരുടെയും പ്രവാചകിമാരുടെയും പുറകെ നാം പോകുന്നതിന് മുമ്പായി അപ്പന്റെ വചനത്തിലേക്ക് നോക്കുമ്പോൾ എന്റെ ദൈവത്തിന് സ്തോത്രം, വചനം സ്വന്തമാക്കണമെന്ന് ഇതൊക്കെ ഞാൻ കേൾക്കുന്നത് ഒരു ദേവദാസനിലൂടെയാണ്. നമുക്കെല്ലാം പരിചയമുള്ള ഷാജി പാസ്റ്റർ എന്നുള്ള പവർ വിഷനിലൂടെയൊക്കെ തിരുവചനം പ്രഘോഷിക്കുന്ന ഒരു ദേവദാസനിലൂടെയാണ് ഞാൻ ഈ വചനത്തിന്റെ ശക്തിയെ കുറിച്ച് അറിയുന്നത്. എന്റെ ദൈവത്തിന് സ്തോത്രം. വചനം സ്വന്തമാക്കണമെന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ ആലോചിക്കുമായിരുന്നു, എന്താ ഈ വചനം സ്വന്തമാക്കുന്നത്? വചനം അറിയാൻ മേലാത്ത ഞാൻ എങ്ങനെയാ ഈ വചനം സ്വന്തമാക്കുന്നതെന്ന്. നമ്മുടെ ഏത് വിഷയം എടുത്താലും പ്രിയ ദൈവമക്കളെ, വചനത്തിൽ അതിനൊക്കെ തലമുറകളെ കുറിച്ചുള്ള ഭാരമാണോ? അതിനെക്കുറിച്ച് തിരുവചനത്തിൽ വചനമുണ്ട്. നമുക്ക് തലമുറ ഇല്ലാത്ത വിഷയമാണോ? ഹല്ലേലൂയ സ്തോത്രം. അതിനെക്കുറിച്ച് തിരുവചനത്തിലുണ്ട്. അങ്ങനെ വചനപ്രകാരം പ്രാർത്ഥിപ്പാൻ എന്റെ കർത്താവ് എന്നെ ഈ നാളുകളിൽ സഹായിക്കാൻ തുടങ്ങി. എന്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഹല്ലേലൂയ സ്തോത്രം തിരുവചനത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ശന്തലെ അടിയന്റെ ഹല്ലേലൂയ സ്തോത്രം ഓരോ ചെറിയ ചെറിയ സാക്ഷ്യങ്ങൾ വചനത്തിനിടയ്ക്ക് പറയുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. എന്റെ ദൈവത്തിന് ഒരു ഇല്ലാതെ ഭയപ്പെടുന്ന ഹല്ലേലൂയ സ്തോത്രം തലമുറകളെ വളർത്തുവാൻ, ഭവനത്തിലെ പ്രശ്നങ്ങൾ തീർക്കുവാൻ, ഹല്ലേലൂയ സ്തോത്രം കടബാധ്യതകൾ മാറ്റുവാൻ, ഇതിനൊക്കെ വേണ്ടി ഭാരത്തോടെ ഇരിക്കുന്ന, വഴിയില്ലാതെ ഇരിക്കുന്ന, വഴിമുട്ടി നിൽക്കുന്ന ഹല്ലേലൂയ സ്തോത്രം വ്യക്തി ജീവിതങ്ങളെ നോക്കി ഇന്ന് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ നിന്ന് അടിയനൊരു ചെറിയ നുറുങ്ങ ചിന്ത കർത്താവിന്റെ സന്നിധിയിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവമക്കളുമായി പങ്കുവെക്കുവാൻ അടിയൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. അതിനായി വഴിയില്ല, നമുക്ക് പോകാൻ ഒരു വഴിയുമില്ല, അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം എന്റെ വഴിയെല്ലാം അടഞ്ഞു എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നോക്കി പോകുവാനുള്ള വഴി പറഞ്ഞു തരുന്ന എന്റെ സർവശക്തനായ ദൈവത്തെ ഉയർത്തുവാൻ നമുക്കിന്ന് തിരുവചനത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ തിരിക്കാം. എന്റെ ദൈവത്തിന് സ്തോത്രം. അതിനായി 1 സാമുവൽ ചാപ്റ്റർ 9:6 നമ്മുടെ കണ്ണുകളെ തിരിക്കാം. എന്റെ ദൈവത്തിന് സ്തോത്രം. അതായത് ഒരു വഴിയും ഒരു സാധ്യതകളും എന്റെ മുന്നിലില്ല. എന്റെ കടബാധ്യതകളെ ചൊല്ലി എന്റെ തലമുറകളെ പഠിപ്പിക്കുവാനായിട്ട് ഒരു വഴിയില്ലാതെ ചിന്തിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ഇനിയും നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തെടുക്കണമെന്ന് ആലോചിച്ച് ഹല്ലേലൂയ സ്തോത്രം വിസയുടെ ബുദ്ധിമുട്ടുമായി നിൽക്കുന്ന ശന്തലെ ജോലി സ്ഥലത്ത് പലയിടങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം നല്ല ജോലിക്ക് വേണ്ടി ആപ്ലിക്കേഷൻ ഇട്ട് ഭാരപ്പെടുന്ന ദാസിയെ ശന്തലെ എന്നെ ആപ്ലിക്കേഷൻ ഇട്ടിട്ടും പലയിടങ്ങളിൽ ഇട്ടിട്ടും എന്നെ ആരും വിളിക്കുന്നില്ലല്ലോ, ഇന്റർവ്യൂവിന് പോയതൊന്നും ഹല്ലേലൂയ സ്തോത്രം ആ വഴികളൊക്കെയും അടഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം ഇന്ന് ഹല്ലേലൂയ സ്തോത്രം അസാധ്യതകളുടെ മധ്യത്തിൽ മാത്രം നിൽക്കുന്ന ദാസിയെ നോക്കി ഇന്ന് പരിശുദ്ധാത്മാവിൽ വിവേചിച്ചുകൊണ്ട് അടിയൊരു ദൂത് അറിയിക്കുകയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ സകല വഴികളും അടയുമ്പോഴും വഴി പറഞ്ഞു തരുന്ന സർവ്വജ്ഞനായ ദൈവത്തെ നമുക്കിന്ന് തിരുവചനത്തിന്റെ ഏടുകളിലൂടെ നമുക്ക് ചിന്തിക്കാം. എന്റെ ദൈവത്തിന് സ്തോത്രം. 1 സാമുവൽ ചാപ്റ്റർ 9:6 എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിന് അവൻ, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്ക് അവിടെ പോകാം, നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരും എന്ന് അവനോട് പറഞ്ഞു. എന്റെ ദൈവത്തിന് സ്തോത്രം. 1 സാമുവൽ ചാപ്റ്റർ 9:6 He said to him, Behold, now there is a man of God in this city, and the man is held in honor. All that he says surely comes true. Now let's go there. Perhaps he can tell us about our journey on which we have set out. എന്റെ ദൈവത്തിന് സ്തോത്രം. 1 സാമുവൽ ചാപ്റ്റർ 9:6 എന്റെ ദൈവത്തിന് സ്തോത്രം. അതിനവൻ, ഈ പട്ടണത്തിൽ ഒരു ദൈവപുരുഷനുണ്ട്, അവൻ മാന്യനാകുന്നു, അവൻ പറയുന്നതെല്ലാം ഒത്തുവരുന്നു, നമുക്ക് അവിടെ പോകാം, നാം പോകുവാനുള്ള വഴി അവൻ പക്ഷേ പറഞ്ഞു തരും എന്നവനോട് പറഞ്ഞു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ശൗല് കഴുതകളെയൊക്കെ നഷ്ടപ്പെട്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരു അധ്യായമാണ് ഈ ചാപ്റ്റർ 9. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഈ അധ്യായത്തിനകത്ത് ഹല്ലേലൂയ സ്തോത്രം രാജാവാക്കാൻ, അതുപോലെ അവനെ ദൈവികതയിലേക്ക് നയിക്കുവാൻ ഹല്ലേലൂയ സ്തോത്രം പ്രോത്സാഹിപ്പിക്കുന്ന ചിലരെ നമുക്ക് ഈ തിരുവചനത്തിൽ കാണുവാൻ സാധിക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസദൂരകലി ഖടീതപകശന്തല തിരുവചനത്തിന്റെ ഏടുകളിൽ നിന്നുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം പരിശുദ്ധാത്മാവ് വ്യക്തി ജീവിതങ്ങളെ വിവേചിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. ബീന ജി കെ ഷീക റാബ ദീക ഷാദ റമാതിരകല അടികാതിപക ശന്തലെ രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. പലയിടങ്ങളിലും ഹല്ലേലൂയ സ്തോത്രം വാതിൽ കൊട്ടിയടച്ച ഹല്ലേലൂയ സ്തോത്രം ഇനി എനിക്കൊരു വഴിയുമില്ലെന്ന് ചിന്തിക്കുന്ന ദാസിയോട് ഇന്ന് പകൽ
പകൽക്കാലം അടിയൻ ആത്മാവിൽ വിവേചിച്ചുകൊണ്ട് ദാസിക്ക് വേണ്ടി ഒരു ദൂത് അറിയിക്കുകയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. പലരും പലതും പറഞ്ഞ് ഹല്ലേലൂയ സ്തോത്രം അതൊക്കെ വിശ്വസിച്ചു. എന്നാൽ മണ്ടത്തരമായെന്ന് പിന്നീട് താൻ ഹല്ലേലൂയ സ്തോത്രം അറിയുവാനിടയായി. ഇങ്ങനെ ചിന്തിക്കുന്ന ദാസിയെ എന്റെ ദൈവത്തിന് സ്തോത്രം, നീ നിന്റെ കർത്താവിനെ നീ മുറുകെ പിടിക്കുക. ഹല്ലേലൂയ സ്തോത്രം. അടച്ചിട്ട മണ്ഡലങ്ങളെ ആത്മാവ് ദാസിയെ വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ വഴിമുട്ടിയ മേഖല യേശുവിന്റെ കരത്തിലേക്ക് നീ സമർപ്പിച്ചു പ്രാർത്ഥിക്കുമ്പോൾ എന്റെ ദൈവത്തിന് സ്തോത്രം, നീ പോലും ചിന്തിക്കാത്ത എന്റെ ദൈവത്തിന് സ്തോത്രം, ആരുടെയും ഹൃദയത്തിൽ ചിന്തിച്ചിട്ടില്ലാത്ത, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ആരുടെയും ഹൃദയത്തിൽ സംഗ്രഹിച്ചിട്ടുമില്ല എന്ന പോലെ ഹല്ലേലൂയ സ്തോത്രം ദാസിയുടെ ജീവിതത്തിലേക്ക് പുതിയൊരു വഴി തെളിച്ചു തരുമെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് വിവേചിച്ചുകൊണ്ട് ദാസിയെ ദൂതറിയിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ശീംസദൂരകലി ഖടീതപക ശന്തല സൂമന ബരബാലി കാടികതപക ശന്തലെ. ഹാഗറിനെ പോലെ കരഞ്ഞ ദിനരാത്രങ്ങൾ ദാസിയുടെ ജീവിതത്തിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ യേശുവിനെ കണ്ടുമുട്ടിയതോടുകൂടെ ദാസിയുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ ആത്മാവ് ദാസിയെ വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസദൂരകലി ഖടീതപക ശന്തലാസും സമനഗതപക ശന്തലെ സൂതനതരകാലി കാടികതപക ശന്തല. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ജൂലൈ 2025 എന്റെ ദൈവത്തിന് സ്തോത്രം ദാസിയെ ഹല്ലേലൂയ സ്തോത്രം വിവിധ വിഷയങ്ങളുടെ മണ്ഡലത്തിൽ ദാസി പ്രാർത്ഥിക്കുന്ന ഓരോ പ്രാർത്ഥനകളും സ്വർഗത്തിൽ ഹല്ലേലൂയ സ്തോത്രം സ്വർഗത്തിൽ ദൈവത്തിന്റെ സന്നിധിയിൽ അപ്പന്റെ ചെവിയിൽ എത്തിയതിനായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നാളുകളായി ദാസി ഹല്ലേലൂയ സ്തോത്രം ഒരു വിഷയത്തിന്റെ മണ്ഡലത്തിൽ ഭാരത്തോടെ ഹല്ലേലൂയ സ്തോത്രം പ്രാർത്ഥിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ആത്മാവ് ദാസിയെ വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ജൂലൈ 2025 ദാസി പോലും ദാസിയുടെ കണ്ണുകൾ കൊണ്ട് അത്ഭുതം കൂറുമാറ് ദാസിയുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുന്ന എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തിക്കായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അപ്പ ഈ ദാസി അടിയൻ കണ്ടിട്ടില്ലെങ്കിലും വിഷയങ്ങൾ അറിയുന്നില്ലെങ്കിലും എന്റെ ദൈവത്തിന് സ്തോത്രം പൊട്ടിയെ പോലെ ആത്മാവിൽ ഹല്ലേലൂയ സ്തോത്രം ഈ ദൂതറിഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ എന്റെ സർവശക്തനായ ദൈവത്തിന്റെ കരം ദാസിയുടെ മേൽ ചലിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവം ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കാണുന്നവരെ ഞാൻ ഇവിടെയും കണ്ടുപോ ദൈവത്തിന് സ്തോത്രം. ഹാഗറിനെ പോലെ ഹല്ലേലൂയ. ജൂലൈ 2025 ദാസി വാക്കുകൾ പറയുമെന്ന് ഇന്ന് പകൽക്കാലം ആത്മാവ് ദാസിയെ വിവേചിച്ചുകൊണ്ട് ദൂത് അറിയിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. അപ്പൊ ആ കടന്നു പോകുന്ന മണ്ഡലങ്ങൾ അടിയനാണെങ്കിലും ദാസിയിലെ സ്തോത്രം സദൂരകലി ഹൃദയത്തിന്റെ വേദനകൾ ഭാരങ്ങൾ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം ദാസിയെ വിവേചിച്ചുകൊണ്ട് എന്റെ ദൈവത്തിന് സ്തോത്രം ദാസിയോട് ഇടപെട്ടതിനായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, ജൂലൈ 2025 ദാസിയുടെ ജീവിതത്തിൽ നടക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ശീംസദൂരകലി ഖടീതപക ശന്തലാസും സമനഗതപക ശന്തലെ. ഹാഗർ പറഞ്ഞതുപോലെ എന്നെ കാണുന്നവനെ ഞാൻ ഇവിടെയും കണ്ടുവോ. എന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹ വിഷയമാക്കി നീ മാനിച്ചതിനായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇതുപോലെ കർത്താവെ ഹല്ലേലൂയ സ്തോത്രം ഈ ശൗല് വഴിമുട്ടിയ മേഖലയിൽ നിന്നതുപോലെ എന്റെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ തിരികെ പോകാമെന്ന് ഹല്ലേലൂയ സ്തോത്രം ചിന്തിച്ച മേഖലയിലൂടെ കടന്നു പോകുന്ന ദാസിമാരെ നോക്കി ഇന്ന് പരിശുദ്ധാത്മാവിൽ വിവേചിച്ചുകൊണ്ട് അടിയൊരു ദൂത് അറിയിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി വഴി പറഞ്ഞു തരുന്നവൻ നമ്മുടെ മധ്യത്തിലുള്ളതിനായി ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ജീവിതത്തിന്റെ പല മേഖലകളിൽ എന്റെ ദൈവത്തിന് സ്തോത്രം കടബാധ്യതയോ ജീവിത പ്രശ്നമോ ഹല്ലേലൂയ സ്തോത്രം ഒരുപാടിടത്ത് ആപ്ലിക്കേഷൻ ഇട്ടിട്ടും എന്റെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ ശീംസദൂരകലി ഖടീതപക ശന്തല ഹല്ലേലൂയ സ്തോത്രം ഒരു ജോലി സാധ്യതയും ഉണ്ടാകുന്നില്ലെന്ന് ചിന്തിക്കുന്ന ദാസിയെ എന്റെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ നമുക്ക് വേണ്ടി വഴി പറഞ്ഞു തരുന്ന സർവശക്തനായ ദൈവം നമ്മുടെ മധ്യത്തിലുള്ളതിനായി ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഈ ശൗലിന്റെ ജീവിതത്തിൽ ഭൃത്യൻ അവന് വേണ്ടി ഒരു 1/4 ശെക്കേൽ കൊടുത്തതുപോലെ എന്റെ ദൈവത്തിന് സ്തോത്രം ഇനി ഈ ലോകത്തിൽ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ പലരും നമ്മുടെ വഴികളെ മറിക്കുന്ന വ്യക്തി ജീവിതങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ, അല്ലേ? ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ശീംസദൂരകലി ഖടീതപക ശന്തല ഒരുപക്ഷെ നാം അപ്പന്റെ പക്ഷത്ത് ചേർന്ന് നിന്നാൽ, അപ്പന് വേണ്ടി നിലകൊണ്ടാൽ എന്റെ ദൈവത്തിന് സ്തോത്രം വഴി നമുക്ക് വേണ്ടി പറഞ്ഞു തരുവാൻ, നമുക്ക് വേണ്ടി വഴി ഉണ്ടാക്കി തരുവാൻ എന്റെ സർവശക്തനായ ദൈവം എന്റെയും നിങ്ങളുടെയും മധ്യത്തിലുള്ളതിനായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഏത് ആകുലത്തിന്റെ മധ്യത്തിലാണോ നിങ്ങൾ നിൽക്കുന്നത്, എന്റെ ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടേണ്ട. ഹല്ലേലൂയ. ഈ ശൗലിനു വേണ്ടി ഒരു ഭൃത്യനെ ഒരുക്കിയതുപോലെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സർവശക്തനായ ദൈവം ഒരുവനെ അല്ലെങ്കിൽ ഒരുവളെ ഒരുക്കി തരും. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. രക്താലും വചനത്താലും ജയമെടുക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ.
അപ്പം നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം, ഞാനും നിങ്ങൾ ഇപ്പൊ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കർത്താവിനെ അറിഞ്ഞതുകൊണ്ട് മാത്രമാണ് എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇന്ന് നിലകൊള്ളുന്നത്. കഴിഞ്ഞ നാളുകളിൽ ഞാൻ കേട്ട ഒരു ദൂതാണ്, എൻ്റെ ഭവനത്തിൽ 4 ഡെഡ് ബോഡി കിടക്കേണ്ട സ്ഥാനത്താണ് ഇന്ന് കർത്താവിന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കാൻ എൻ്റെ കർത്താവ് എനിക്ക് ഒരു അവസരം തന്നിരിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇന്ന് വഴിവിട്ട ഹല്ലേലൂയ സ്തോത്രം ഷിംസദു രകലി ഖടീതപക ശന്തല, രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം. പലയിടങ്ങളിൽ പോയി ഹല്ലേലൂയ സ്തോത്രം, പല വഴികൾ നോക്കി ഹല്ലേലൂയ സ്തോത്രം, ഏതെങ്കിലും വഴികൾ നന്നാകുമെന്ന് നമ്മൾ ചിന്തിച്ചു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. തലമുറ സംബന്ധമായ വിഷയങ്ങളുമായി ഭാരപ്പെടുന്ന വ്യക്തി ജീവിതങ്ങളെ നോക്കി ആത്മാവ് വിവേചിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ കുഞ്ഞ് ഇനി എന്ത് ചെയ്താൽ നന്നാകും, എവിടെ കൊണ്ടുപോയാൽ അവൻ പഠിക്കും, കോളേജുകൾ മാറി 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 ഓരോരുത്തരത്ത് കൊണ്ടുപോയിട്ടും അവിടെയൊക്കെയും രക്ഷപ്പെടത്തില്ലെന്ന് ഹല്ലേലൂയ സ്തോത്രം, TC മേടിച്ച് ഒരിടത്തുനിന്ന് മറ്റിടത്തോട്ട് കൊണ്ടുപോയ വ്യക്തി ജീവിതങ്ങളെ നോക്കി പരിശുദ്ധാത്മാവ് വിവേചിച്ചു കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ മറ്റൊരിടത്തും പോകാതെ നമ്മുടെ കുഞ്ഞുങ്ങളെയും പിടിച്ചുകൊണ്ട് അപ്പന്റെ പാദപിടുത്തങ്ങൾ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ സമർപ്പിച്ചു കൊടുക്കുമ്പോൾ, ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ, നമ്മുടെ തലമുറകളെ, വഴിവിട്ട ജീവിതങ്ങളുമായി നടക്കുന്ന തലമുറകളെ ഹല്ലേലൂയ സ്തോത്രം നേർവഴിക്ക് കൊണ്ടുവരുവാൻ എൻ്റെ സർവശക്തനായ ദൈവം മതിയായവനായിരിക്കാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രക്ഷിക്കപ്പെടാത്ത ഭർത്താവാണോ നിന്റെ പ്രശ്നം? എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് അവരെ നേർവഴിക്ക് നടത്താൻ സാധിക്കത്തില്ലായിരിക്കും, എന്നാൽ അവന്റെ കരത്തിലേക്ക് ഹല്ലേലൂയ സ്തോത്രം അവരെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് സ്തോത്രം അവരെ നേർവഴിക്ക് നടത്തുവാൻ എൻ്റെ സർവശക്തനായ ദൈവം മതിയായവനായിരിക്കാൽ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇപ്പം ഈ വാക്യത്തിൽ ഈ തിരുവചനത്തിൽ, അതായത് ഫസ്റ്റ് സാമുവൽ 9 പറഞ്ഞിരിക്കുന്ന ഈ 9ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നതിൽ ഹല്ലേലൂയ സ്തോത്രം 4ാമത്തെ വേഴ്സിൽ ഇപ്രകാരം പറയുന്നുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇവർ പല പട്ടണത്തിലേക്ക് പോയി എന്ന്, അതായത് 5 പട്ടണങ്ങളിലേക്ക് പോയതായി തിരുവചനം പറയുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇതിൽ ഈ 5ാമത്തെ പട്ടണത്തിലേക്ക് ഹല്ലേലൂയ സ്തോത്രം ശൗലും ഭൃത്യനും കാലുകുത്തിയത് ഈ തിരുവചനത്തിൽ പറയുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസദൂരകലി ഖഡീതബ ശന്തല, എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ എഫ്രൈം മലനാട്ടിലും ഗാലീഷ ദേശത്തും കൂടി സഞ്ചരിച്ചു, അവയെ കണ്ടില്ല. അവർ ഗാലീം ദേശത്തു കൂടി സഞ്ചരിച്ചു, അവിടെയും ഇല്ലായിരുന്നു. അവൻ ബെന്യാമീൻ ദേശത്തു കൂടി സഞ്ചരിച്ചു, എങ്കിലും കണ്ടുകിട്ടിയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമ്മൾ പലയിടങ്ങളില് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ പലയിടത്തിലൂടെ പല കാര്യങ്ങൾ ചെയ്തു നോക്കി, ഏതെങ്കിലും രീതിയിൽ നന്നാകുമെന്ന് നമ്മൾ ചിന്തിച്ചു നോക്കി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ വചനത്തിൽ പറയുന്നത് പോലെ അവർ ഏകദേശം 5 പട്ടണത്തിലൂടെയാണ് പോയത്, എന്നിട്ടൊന്നും ഈ കഴുതയെ കിട്ടിയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആ സമയത്താണ് ഭൃത്യൻ പറയുന്നത്, എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മളിപ്പോ ഈ കാലുകുത്തിയിരിക്കുന്ന ഈ പട്ടണത്തിൽ ഒരു ദൈവ പുരുഷൻ ഉണ്ടെന്ന് എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഞാനും നിങ്ങളും ഹല്ലേലൂയ സ്തോത്രം ഈ ലോകമാകുന്ന എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ഈ ലോകത്തിന്റെ മായാമോഹങ്ങളിൽ പെട്ട് ജീവിച്ചിരുന്ന ഒരാളായിരുന്നു. ഈ ദേശത്ത് വന്ന് ഹല്ലേലൂയ സ്തോത്രം ഞാൻ കർത്താവിനെ കണ്ടുമുട്ടിയില്ലായിരുന്നെങ്കിൽ, എൻ്റെ ജീവിതത്തിൽ ഇത്രത്തോളം പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ എൻ്റെ കർത്താവിനെ അറിയത്തില്ലായിരുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പലപ്പോഴും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വരുമ്പോൾ മാത്രമാണ് നമ്മൾ കർത്താവിനെ കണ്ടുമുട്ടുന്നത്, അല്ലേ? ഒരുപക്ഷെ അത് നമ്മുടെ കുടുംബജീവിതത്തിലെ പ്രശ്നമായിരിക്കാം, കടബാധ്യതയായിരിക്കാം, തലമുറ സംബന്ധമായ വിഷയമായിരിക്കാം, അല്ലെങ്കിൽ രോഗപ്രശ്നമായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് രോഗബാധിതയായ ഒരു തലമുറയെ പിടിച്ചുകൊണ്ടിരിക്കുന്ന കരയുന്ന ദാസിയായിരിക്കാം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ പ്രശ്നങ്ങളാണ് എപ്പോഴും നമ്മളെ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ സഹായിക്കുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു മെഡിക്കൽ ഫീൽഡിന് ചെയ്യാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ മറ്റു മനുഷ്യർക്ക് നമ്മളെ തന്ന് സഹായിക്കാൻ സാധിക്കാത്തത് അപ്പന്റെ പാദപിടുത്തത്തിൽ ഇരിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് സ്തോത്രം ഈ ഭൃത്യൻ പറഞ്ഞതുപോലെ ഹല്ലേലൂയ, ശൗലിനോട് പറഞ്ഞതുപോലെ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പട്ടണത്തിൽ ഒരു ദൈവ പുരുഷനുണ്ട്, അവന്റെ അടുക്കലേക്ക് പോകാമെന്ന്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമ്മളെ കർത്താവ് മാനിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവത്തിന് സ്തോത്രം ഒരുപക്ഷെ നമ്മുടെ പ്രശ്നങ്ങളോ പ്രതികൂല സാഹചര്യങ്ങളിലൂടെ ആയിരിക്കാം നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുന്നത്. അതെപ്പോഴും നന്മയ്ക്കായി തീരും. നമ്മൾ ഇന്ന് അപമാനിക്കപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ മധ്യത്തിൽ ഷീംസദൂരകലി ഖടീതവക ശന്തല സുംസമാന റബാന ബാരികല അടികാതിവക ശന്തലെ എന്തു തന്നെയായിരുന്നാലും നമ്മൾ ഇന്ന് അപമാനിക്കപ്പെട്ടിരിക്കുന്ന നിന്ദിക്കപ്പെട്ടിരിക്കുന്ന വിഷയത്തിന്റെ മണ്ഡലത്തിൽ, അത് തലമുറ സംബന്ധമായിട്ടാണോ, കടബാധ്യതയായിട്ടാണോ, ഹല്ലേലൂയ സ്തോത്രം, ഏത് വിഷയമായിരുന്നാലും എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് നമ്മളെ ഒന്ന്
പ്പെട്ടിടത്ത് ഹല്ലേലൂയ സ്തോത്രം വഴിയില്ലെന്ന് നമ്മൾ ചിന്തിക്കുന്ന സ്ഥാനത്ത് എന്റെ ദൈവത്തിന് സ്തോത്രം വഴി പറഞ്ഞു തരുവാൻ എന്റെ സർവശക്തനായ ദൈവം മതിയായവനായിരിക്കാൻ ഞാൻ അവനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഭൃത്യനാണ് ഹല്ലേലൂയ. അപ്പൊ ഈ ദൈവപുരുഷനെ കാണുവാൻ പോകുവാൻ ഹല്ലേലൂയ സ്തോത്രം തന്റെ കരത്തിൽ ഒന്നുമില്ലല്ലോ എന്ന് ചിന്തിച്ച സ്ഥാനത്ത് എന്റെ ദൈവത്തിന് സ്തോത്രം ഷീംസദു രഗലി കടീതപക ശന്തല ഭൃത്യൻ തന്റെ കരത്തിലുള്ള കാശക്കേൽ ഹല്ലേലൂയ സ്തോത്രം ഈ ഏൽപ്പിച്ചു. എന്റെ ദൈവത്തിന് സ്തോത്രം. സ്തോത്രം മറ്റുള്ളവരെ നമുക്ക് പണം കൊടുത്ത് സഹായിക്കാനോ അല്ലെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അവർക്ക് വേണ്ടി ഒരു ജോലി കണ്ടെത്തി കൊടുക്കാനോ ഒന്നും സാധിക്കത്തില്ലായിരിക്കും. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ഞാനും നിങ്ങളും സേവിക്കുന്ന ദൈവത്തെ പരിചയപ്പെടുത്തുവാൻ എന്റെ ദൈവത്തിന് സ്തോത്രം വഴിവിട്ട ഹല്ലേലൂയ സ്തോത്രം മാർഗത്തിലൂടെ നടക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് അവരെയൊക്കെ ഒരുപക്ഷെ സംസാരം കൊണ്ട് അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് പ്രവൃത്തി കൊണ്ടൊന്നും അവരെ നേർവഴിക്ക് നടത്തുവാൻ നമുക്ക് സാധിച്ചില്ലെന്ന് വരാം എന്റെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ ഷീംസദു രഗലി ഖടീതപക ശന്തല ഈ കർത്താവിന്റെ സന്നിധി സാധിക്കും. ഈ ദൈവപുരുഷനെ അതായത് ശൗലിനെ രാജാവാക്കാൻ വേണ്ടി ഒരു ഭൃത്യനാണെന്നൊരു മുഖാന്തരമായത് എന്റെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ഇന്ന് ഈ ലോകത്തിൽ നമുക്ക് എല്ലാവരെയും രക്ഷിക്കാനായിട്ട് നമുക്ക് രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കത്തില്ലായിരിക്കും എന്റെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മുടെ നെയ്ബറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്റെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. കർത്താവിനെ നമുക്ക് വേണ്ടി കർത്താവ് ചെയ്തു തന്ന ഹല്ലേലൂയ സ്തോത്രം ചെറുതും വലുതുമായ സാക്ഷ്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ജീവിതത്തിന്റെ പന്താവിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന തകർച്ചകൾ ഇതൊക്കെയും പറഞ്ഞ് മറ്റുള്ളവരെ നമുക്ക് ബലപ്പെടുത്തുവാൻ ഇതൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുമല്ലോ എന്റെ ദൈവത്തിന് സ്തോത്രം. ഒരു ദിവസം ഒരു വ്യക്തിക്ക് വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കുവാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ എന്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസദു രഗലി ഖടീതപക ശന്തല മോളി സാമുവൽ സിസ്റ്റർ പരിശുദ്ധാത്മാവ് ദാസിയെ വിവേചിക്കുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം. ശീതര ദുലകടകതപക ശന്തലെ സുംസമാന റബാനബാരികല അടികാതിപക ശന്തലെ പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം ഷീംസദു രഗലി ഖടീതപക ശന്തല ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടന്ന വിഷയങ്ങളെ ഹല്ലേലൂയ സ്തോത്രം താൻ അനുഭവിച്ച വ്യതകളെ പരിശുദ്ധാത്മാവ് ദാസിയെ വിവേചിക്കുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം. നിന്നതല്ല ദാസിയെ നിന്നെ നിർത്തിയതാ എന്റെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ഷീംസദു രഗലി ഖടീതപക ശന്തല യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട്, ആകുന്നവയും ആകത്തവയും നോക്കിക്കൊണ്ടിരിക്കുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയദാസിയെ ഹല്ലേലൂയ സ്തോത്രം എന്നെ അപ്പൻ കണ്ടതാ എന്ന് ഹല്ലേലൂയ സ്തോത്രം പലപ്പോഴും എന്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസദു രഗലി ഖടീതപക ശന്തല സൂമന പരബാലി കാടികതപക ശന്തലെ രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. നാളുകളായി ഹല്ലേലൂയ സ്തോത്രം ഷീംസദു രഗലി ഖടീതപക ശന്തല ദൈവത്തിന്റെ പാദപീഠത്തിൽ നീ വന്നില്ലായിരുന്നുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം നശിച്ചു പോകുമായിരുന്നു എന്ന് ഹല്ലേലൂയ സ്തോത്രം പലയിടങ്ങളിൽ പറയാൻ ഇടവന്ന ദാസിയെ എന്റെ ദൈവത്തിന് സ്തോത്രം. ദാസി നിന്നതല്ല നിന്നെ നിർത്തിയതാ എന്റെ ദൈവത്തിന് സ്തോത്രം. കടന്നു പോകുന്ന പല വിഷയങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ആത്മാവ് ദാസിയെ വിവേചിക്കുന്നു. പലപ്പോഴും ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ളവരുമായി ഷെയർ ചെയ്യാൻ പറ്റാത്ത പോലെ ഹല്ലേലൂയ സ്തോത്രം ഭാരങ്ങൾ ഏറിടുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ എന്റെ ദൈവത്തിന് സ്തോത്രം ഷീംസദു രഗലി ഖടീതപക ശന്തല സുംസമനാദന ശന്തലെ രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. ദാസിയെ ഹല്ലേലൂയ യഹോവയുടെ കണ്ണ് എല്ലായിടവുമുണ്ട് എന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പ ദാസിയെ പിടിച്ചു നിർത്തുന്ന വൻകൃപയ്ക്കായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ അപ്പനെ അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ പണ്ടേ ലോകത്തിൽ നിന്ന് മാഞ്ഞു പോയേനെ എന്ന് പറഞ്ഞ ദാസിയെ എന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പൻ നിന്റെ ദാസി ഒരു കാന്തശക്തി പോലെ പിടിച്ചു നിർത്തുന്ന കൃപയ്ക്കായിട്ട് ഹല്ലേലൂയ സ്തോത്രം. വചനം കൊണ്ട് ദാസിയെ താങ്ങുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഷീംസദു രഗലി ഖടീതപക ശന്തല സുംസമനകതപക ശന്തലെ സൂദനതരകാലി കാടികതപക ശന്തലെ 3 ആഴ്ച മുമ്പ് തന്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു വിഷയത്തെ ആത്മാവ് വിവേചിക്കുന്നു എന്റെ ദൈവത്തിന് സ്തോത്രം ഹല്ലേലൂയ. അതിൽ നിന്നൊക്കെ കരകയറ്റിക്കൊണ്ടുവന്ന എന്റെ കർത്താവിന്റെ വൻ കൃപയ്ക്കായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സെപ്റ്റംബർ 2025 എന്റെ സ്തോത്രം ഹല്ലേലൂയ കലണ്ടറിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ എഴുതിവെച്ച വിഷയങ്ങൾ എഴുതിവെച്ച് പ്രാർത്ഥിക്കുന്ന ദാസിയെ ഷുംസദു രഗലി ഖടീതപക ശന്തല എന്റെ ഈ വിഷയത്തിന് താൻ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം രാവും പകലും അപ്പന്റെ സന്നിധിയിൽ ഹല്ലേലൂയ കൂടെ പറഞ്ഞും കരഞ്ഞും ഉപവസിച്ചും പ്രാർത്ഥിക്കുന്ന ദാസിയുടെ വിഷയത്തിന്റെ മണ്ഡലത്തിൽ സെപ്റ്റംബർ 2025 നീ പോലും കാണാത്ത മേഖലയിൽ ശംസമനകതപക ശന്തലെ വിടുതലൊഴുക്കി അവൻ വിരുന്നൊരുക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു,
സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കടന്നു പോകുന്ന അവസ്ഥകൾ അടിയൊന്നും അറിയത്തില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് സ്തോത്രം അപ്പാ. ഹല്ലേലൂയ സ്തോത്രം. തീർന്നു പോകുമെന്ന് ലോകം വിധി എഴുതിയ സ്ഥാനത്ത് എൻ്റെ ദാസിയെ ഹല്ലേലൂയ സ്തോത്രം ദാസി നിന്നതല്ല, അവളെ നിർത്തിയതായ എൻ്റെ ദൈവത്തിന് സ്തോത്രം അപ്പാ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കടന്നു പോകുന്ന അവസ്ഥകൾ മറ്റാരാലും പരിഹരിക്കപ്പെടാനാവാത്ത വിഷയങ്ങളുടെ മണ്ഡലങ്ങൾ ആത്മാവ് ദാസിയെ വിവേചിക്കുന്നു. അതിന്റെ മറ്റും എൻ്റെ സർവശക്തനായ ദൈവത്തിന്റെ പൊൻകരം ദാസിയെ മൂടിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹ വിഷയമാക്കി നീ മാനിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അപ്പൊ ഇതുപോലെ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസദൂരകലി ഖടീതവക ശന്തല. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഭൃത്യൻ ഹല്ലേലൂയ സ്തോത്രം. കഴുതയെ കാണിച്ചു കൊടുക്കാമെന്നല്ല പറഞ്ഞത് എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഷീംസദൂരകലി ഖടീതവക ശന്തല. ഈ ദൈവപുരുഷന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാമെന്നാണ് പറഞ്ഞത് എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അധികമൊന്നും പണം കൊടുത്ത് മറ്റാരെയും സഹായിക്കാൻ സാധിക്കത്തില്ലായിരിക്കും എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നാൽ വഴി പറഞ്ഞു തരുന്ന കർത്താവിന്റെ അടുക്കിലേക്ക് കൊണ്ടുവരുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും. അനേകരെ അടുപ്പിക്കുവാൻ നമുക്ക് സാധിക്കും എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഒരുപക്ഷെ നമ്മുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം, ഹല്ലേലൂയ സ്തോത്രം, അല്ലെങ്കിൽ വചനം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്കുകൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ചിരി കൊണ്ടായിരിക്കാം എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഈ രാജഭൃത്യനെ പോലെ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസദൂരകലി ഖടീതവക ശന്തല. ശൗലിന് അഭിഷേകം തന്റെ തലയിൽ വീഴുവാൻ ഹല്ലേലൂയ സ്തോത്രം ഈ രാജഭൃത്യൻ ഒരു മുഖാന്തരമായതുപോലെ ഞാനും നിങ്ങളും ഇന്ന് പകൽക്കാലം അപ്പന്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം എൻ്റെ ദൈവത്തിന് സ്തോത്രം. അപ്പാ ഹല്ലേലൂയ സ്തോത്രം. അനേകരെ ഈ നമ്മൾ അറിയുന്ന ഈ സത്യത്തിലേക്ക്, ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അനേകരെ കൊണ്ടുവരുവാൻ നമ്മളെ കർത്താവ് ഒരു മുഖാന്തരമായി ഉപയോഗിക്കുവാൻ യേശുപ്പച്ചന്റെ കരത്തിലേക്ക് നമുക്കിന്ന് പകൽക്കാലം സമർപ്പിച്ചു പ്രാർത്ഥിക്കാം എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസദൂരകലി ഖടീതവക ശന്തല സും സമനഗതവക ശന്തലെ. ഹല്ലേലൂയ സ്തോത്രം. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം. ആത്മാവ് വ്യക്തി ജീവിതങ്ങളെ വിവേചിച്ചു കൊണ്ടിരിക്കുകയാണ് എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വലിയ വലിയ പേരെടുത്ത ആൾക്കാരൊന്നും ആകാൻ സാധിച്ചില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ മുഖാന്തരമായിരിക്കും ചിലപ്പം വേറൊരാള് ഒരു ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വന്ന് അവരൊരു വലിയ ദൈവദാസനായോ ദൈവദാസിയായോ ഒക്കെ മാറുന്നത് എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ വൃത്തിനെ കുറിച്ച് തിരുവചനത്തിൽ ഹല്ലേലൂയ സ്തോത്രം അദ്ദേഹത്തിന്റെ പേരോ ഇതൊന്നും വെളിപ്പെടുത്തിയിട്ടില്ല. ഒരുപക്ഷെ നമ്മളൊരു കർത്തന്റെ മറവിൽ നിന്ന് ഇരുന്നായിരിക്കും നമ്മൾ മറ്റുള്ള വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ തലമുറകൾക്ക് വേണ്ടി, നമ്മുടെ നെയ്ബേഴ്സിന് വേണ്ടി, ജോലിയിലുള്ളവർക്ക് വേണ്ടി ഒക്കെ നാം പ്രാർത്ഥിക്കുന്നത്. പിൽക്കാലത്ത് അവരൊരു ദൈവപുരുഷനായി ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ നീതിയുള്ള വചനവുമായി അനേക രാജ്യങ്ങളിൽ ഓടുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അപ്പന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവിന്റെ നാമത്തിൽ നാം ഒരു ഗ്ലാസ് വെള്ളം കൊടുത്താൽ അതിന് പ്രതിഫലമുണ്ടെന്ന് എൻ്റെ ദൈവത്തിന് സ്തോത്രം. നമ്മൾ ഒരുവനെ അല്ലെങ്കിൽ ഒരുവളെ കർത്താവിന്റെ സന്നിധിയിലേക്ക് അടുപ്പിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾ വലിയ ആളായില്ലെങ്കിലും ഹല്ലേലൂയ സ്തോത്രം നമ്മളെ കാണുന്ന ഒരു കർത്താവ് ഹല്ലേലൂയ സ്തോത്രം സ്വർഗത്തിലുണ്ട് എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം യേശുപ്പച്ചന്റെ സന്നിധിയിലേക്ക് നമുക്കിന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കാം എൻ്റെ ദൈവത്തിന് സ്തോത്രം. അനേകരെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുവാൻ സമനഗതവക ശന്തലെ ഈ രാജവൃത്തിനെ പോലെ എൻ്റെ ദൈവത്തിന് സ്തോത്രം അനേകരുടെ മേൽ അഭിഷേകം വീഴുവാൻ നമ്മുടെ തലമുറ കർത്താവിന്റെ സന്നിധിയിൽ നിലകൊള്ളുവാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഷീംസദൂരകലി ഖടീതവക ശന്തല. എനിക്കും നിങ്ങൾക്കും ഒരു റൊണാൾഡ് ബോങ്കയോ ബില്ലി ഗ്രഹാമോ ഒന്നും ആകാൻ പറ്റത്തില്ലെങ്കിലും എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനേകരെ കരം പിടിച്ച് നമ്മൾ ഈ അനുഭവിച്ച ഈ രക്ഷ ഹല്ലേലൂയ സ്തോത്രം. ഷീംസദൂരകലി ഖടീതവക ശന്തല. എന്റെയും നിങ്ങളുടെയും വഴിമുട്ടിയ ജീവിതത്തിൽ എൻ്റെ ദൈവത്തിന് സ്തോത്രം വഴി പറഞ്ഞു തന്നവൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം. ഷീംസദൂരകലി ഖടീതവക ശന്തല. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ഈ ജീവിതമാകുന്ന പടകിന്റെ ചുക്കാൻ പിടിക്കുന്നവൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ സർവശക്തനായ ദൈവത്തെ അനേകർക്ക് വേണ്ടി പരിചയപ്പെടുത്തുവാൻ എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവരെ രക്ഷയെങ്കിലേക്ക് നയിക്കുവാൻ ഒരു വാക്കുകൊണ്ടെങ്കിലും വചനം കൊണ്ടെങ്കിലും ഷീംസമനഗതവക ശന്തലെ അവരെ ആശ്വസിപ്പിക്കാൻ എനിക്കും നിങ്ങൾക്കും ഹല്ലേലൂയ സ്തോത്രം അതിനൊരു അവസരം തരുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഷീംസദൂരകലി ഖടീതവക ശന്തല. ലോകം കെടുതികൾ കൊണ്ട് നിറയുമ്പോഴും എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതിക്രമങ്ങളും ഹല്ലേലൂയ സ്തോത്രം അനർത്ഥങ്ങളും ഈ ലോകത്തിൽ സംഭവിക്കുമ്പോൾ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്ന ഈ സമയത്ത് എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയ ദൈവമക്കളെ, നമുക്ക്
ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കി ആത്മാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഈ ലഭിച്ച സന്തോഷം നിത്യജീവന്റെ അവകാശിയാകുവാൻ എനിക്കും നിങ്ങൾക്കും ഭാഗ്യം ലഭിച്ചുവെങ്കിൽ എന്റെ ദൈവത്തിന് സ്തോത്രം. ഈ രാജഭൃത്യൻ ഷീംസ മനഗതബക ശന്തലെ സൂതനതരക അലിഘാടികതബക ശന്തല ഹല്ലേലൂയ സ്തോത്രം. തന്റെ കാൽ ശെക്കേൽ കൊണ്ട് എന്റെ ദൈവത്തിന് സ്തോത്രം ദൈവപുരുഷന്റെ അടുക്കലേക്ക് തന്നെ കൊണ്ടുവന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ശൗലിന് അഭിഷേകം ഹല്ലേലൂയ സ്തോത്രം തന്റെ തലയിൽ വീഴുവാൻ ഷീംസ മാന റേഖേ ബാനെ ദീക ഷാദി റൂമാദാരി രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ ലോകം ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ വരവ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ വൃത്തിനെ പോലെ എന്റെ ദൈവത്തിന് സ്തോത്രം അനേകരെ കർത്താവിങ്കിലേക്ക് അടുപ്പിക്കുന്ന ഒരു കാന്തമായി മാറുവാൻ എന്റെ ദൈവത്തിന് സ്തോത്രം. ഒരു ചിലതോ കർത്താവിന് വേണ്ടി നമുക്കൊന്ന് ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ സ്തോത്രം നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനേകരുടെ അടുത്ത് നമ്മുടെ പേരൊന്നും ഹല്ലേലൂയ സ്തോത്രം ആരും അറിഞ്ഞില്ലെങ്കിലും എന്റെ ദൈവത്തിന് സ്തോത്രം അടച്ചിട്ട മുറിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദാസിയെ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹത്താൽ ഹല്ലേലൂയ ദൈവസന്നിധി ഇടവിൽ നിൽക്കുന്ന എന്റെ ദൈവത്തിന് സ്തോത്രം ലോക രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദാസിയെ ഷീംസദൂരകലി ഖടീതപക ശന്തലെ സൂം സമാന റബാനബാരികലാടികാദിപക ശന്തലെ എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അനേകരെ കർത്താവിന്റെ സന്നിധിയിലേക്ക് നിത്യജീവന്റെ അവകാശികളാക്കുവാൻ എന്നെയും നിങ്ങളെയും കർത്താവ് ഉപയോഗിക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് ദൈവസന്നിധിയിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. വലിയ ആദരവ് നമുക്ക് മനുഷ്യരുടെ മുമ്പിൽ നമുക്ക് നേടുവാൻ സാധിച്ചില്ലെങ്കിലും നമ്മളെ കാണുന്ന എന്നെയും നിങ്ങളെയും കാണുന്ന അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവന്റെ ഹല്ലേലൂയ സ്തോത്രം കണ്ണ് നമ്മുടെ മേലുള്ളതിനായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മറ്റുള്ളവരെ വചനം കൊണ്ട് താങ്ങുവാൻ ഹല്ലേലൂയ സ്തോത്രം ഞാനും നിങ്ങളും അനുഭവിക്കുന്ന ഈ രക്ഷയുടെ സന്തോഷം അനേകരിലേക്ക് പകരുവാൻ കർത്താവ് നമ്മളെ ഉപയോഗിക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസദൂരകലി ഖടീതപക ശന്തല ഈ ഫസ്റ്റ് സാമുവേൽ അതിൽ നമ്മൾ പുറകാല വായിക്കുമ്പോൾ എന്റെ ദൈവത്തിന് സ്തോത്രം ഷീംസദൂരകലി ഖടീതപക ശന്തല 12, 13 വചനത്തിലൊക്കെ നമ്മൾ കാണുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം ബാല്യക്കാരത്തികൾ എന്റെ ദൈവത്തിന് സ്തോത്രം ഓടി അപ്പന്റെ സന്നിധിയിലേക്ക് ഹല്ലേലൂയ സ്തോത്രം ഈ ദൈവപുരുഷന്റെ അടുക്കലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞതുപോലെ എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി അധികമായി നമ്മൾ നോടി അനേകരെ ദൈവസന്നിധിയിലേക്ക് അടുപ്പിക്കുവാൻ എന്നെയും നിങ്ങളെയും സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പന്റെ വരവടുത്തിരിക്കുന്ന ഈ സമയത്ത് ഷുംസദൂരകലി ഖടീതപക ശന്തല ഒരാത്മാക്കളെയെങ്കിലും ഹല്ലേലൂയ സ്തോത്രം നമുക്ക് അനേകർക്ക് വേണ്ടി ഒരു ദിവസം നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിച്ചെന്ന് വരത്തില്ല. എന്റെ ദൈവത്തിന് സ്തോത്രം. ഒരാത്മാവിന് വേണ്ടിയെങ്കിലും പ്രാർത്ഥിക്കാൻ അപ്പന്റെ കരത്തിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കാം. എന്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസദൂരകലി ഖടീതപക ശന്തല കർത്താവിന്റെ കയ്യിലെ ഇണങ്ങിയൊരു പണിയായുധമായി എന്നെയും നിങ്ങളെയും തീർക്കുവാൻ ഇന്ന് പകൽക്കാലം യേശുപ്പച്ചന്റെ കരത്തിലേക്ക് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഷീംസദൂരകലി ഖടീതപക ശന്തല ഗ്രേസി സിസ്റ്റർ ഹല്ലേലൂയ ഷീംസദൂരകലി ഖടീതപക ശന്തല ലോകരാജ്യങ്ങൾക്ക് വേണ്ടി എന്റെ ദൈവത്തിന് സ്തോത്രം അനേക ആത്മാക്കൾക്ക് വേണ്ടി ഹല്ലേലൂയ വചനം എഴുതി ഷീംസദൂരകലി ഖടീതപക ശന്തല വ്യക്തി ജീവിതങ്ങളുടെ പേരെഴുതി പ്രാർത്ഥിക്കുന്ന ദാസിയെ ആത്മാവ് ദാസിയെ വിവേചിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. ലോകരാജ്യത്തിന്റെ സമാധാനത്തിന് വേണ്ടി ഷംസ മാന റേഖേ ബാനെ ദൂക ഷാദി റൂമാദാരി തുടങ്ങിയ സംരംഭം എന്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസദൂരകലി ഖടീതപക ശന്തല വചന വെളിപ്പാടിൽ ദാസിക്ക് വേണ്ടി ദൂത് കൈമാറി പ്രാർത്ഥിക്കുകയാണ്. എന്റെ ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ നാമത്തിൽ ഹല്ലേലൂയ സ്തോത്രം. ഒരു ഗ്ലാസ് വെള്ളം പോലും കൊടുത്തവനെ ഓർത്തിരിക്കുന്ന എന്റെ സർവശക്തനായ ദൈവം ഹല്ലേലൂയ ദാസിയുടെ വിഷയത്തിന്റെ മേൽ ഹല്ലേലൂയ ഷീംസദൂരകലി ഖടീതപക ശന്തല ഹല്ലേലൂയ ആത്മാക്കൾക്ക് വേണ്ടിയുള്ള ദാഹം എന്റെ ദൈവത്തിന് സ്തോത്രം. അവരെ കുറിച്ചുള്ള ഒരു ഭാരം എന്റെ ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷയുടെ മണ്ഡലങ്ങൾ ഒരു വിശാലത ഇതൊക്കെയും ആഗ്രഹിച്ച് കർത്താവിന് വേണ്ടി ചിലതൊന്ന് ചെയ്യുവാൻ ഹല്ലേലൂയ ആത്മഭാരത്തോടെ ദൈവസന്നിധിയിൽ എന്നെ ഉപയോഗിക്കണമേ എന്ന് പറയുന്ന ദാസിയെ എന്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസദൂരകലി ഖടീതപക ശന്തല തിരുവചനത്തിന്റെ ഏടുകളിൽ നിന്ന് വചന വെളിപ്പാടിൽ ദാസിക്ക് വേണ്ടി ഇന്ന് പകൽക്കാലം അടിയിൽ ദൂത് കൈമാറി പ്രാർത്ഥിക്കുകയാണ്. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം. അപ്പാ നിന്റെ ദാസിയുടെ കർത്താവേ ഹല്ലേലൂയ ആത്മീയ തീഷ്ണതയെ പരിശുദ്ധാത്മാവ് വിവേചിച്ചു കൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ അപ്പന് വേണ്ടി ചിലതൊന്ന് ചെയ്യുവാൻ ആത്മഭാരത്തോടെ ഷീംസദൂരകലി ഖടീതപക ശന്തല സുംസ മനഗതപക ശന്തലെ ലോകരാജ്യങ്ങൾക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ദേശത്തിന്റെ സമാധാനത്തിന് വേണ്ടി വ്യക്തി ജീവിതങ്ങളുടെ ഹല്ലേലൂയ സ്തോത്രം വിടുതലിന് വേണ്ടി ദൈവസന്നിധിയിൽ ഹല്ലേലൂയ
തലമുറയിട്ട് കരയുന്ന ദാസിയോട് ഇന്ന് പകൽക്കാലം വചന വെളിപ്പാടിൽ ദാസിക്ക് വേണ്ടി ദൂത് കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അനേകയിടങ്ങളിൽ കർത്താവിന്റെ സാക്ഷിയായി നിലകൊള്ളുവാൻ ദാസി എൻ്റെ കർത്താവ് ഉപയോഗിക്കുന്ന നാളുകൾ അതിവിദൂരമല്ലെന്ന് ഇന്ന് വചന വെളിപ്പാടിൽ ദാസിക്ക് വേണ്ടി ദൂത് കൈമാറി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. എനിക്ക് അല്പമേ ശക്തിയുള്ളൂ, എനിക്ക് കഴിവില്ലെന്ന് പറയുന്ന ദാസിയെ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസദൂരകലി ഖടീതവക ശന്തല സുംസമനകതവക ശന്തലെ സൂദരതല അടികാതിപക ശന്തലെ സുംസമാന റബാന ബാരികല അടികാതിപക ശന്തലെ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിന്റെ ദാസിയെ മാനിക്കുന്ന വഴികൾക്കും വിധങ്ങൾക്കുമായി എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അവൻ ഇടുക്കത്തിൽ ഇരുന്നതിന് ഹല്ലേലൂയ സ്തോത്രം. ഇടുക്കത്തിലിരുന്നപ്പോൾ അവൻ എനിക്ക് വിശാലത വരുത്തി. ഇന്ന് വചന വെളിപ്പാടിൽ ദാസിക്ക് വേണ്ടി ദൂത് കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷയുടെ മണ്ഡലത്തിൽ എൻ്റെ ദൈവത്തിന് സ്തോത്രം ഒരു വിശാലത വരുത്തി. നിന്നെ മാനിക്കുന്ന ദിനങ്ങൾ അതിവിദൂരമല്ലെന്ന് ഇന്ന് പകൽക്കാലം അടിയൻ ഹല്ലേലൂയ വചന വെളിപ്പാടിൽ ദാസിക്ക് വേണ്ടി കൈമാറി പ്രാർത്ഥിക്കുന്നു. എൻ്റെ അപ്പ, നിന്റെ മക്കളെ ഒന്നും അടിയൻ അറിയത്തില്ലെങ്കിലും എൻ്റെ അപ്പൻ തരുന്ന ഓരോ മാറ്റമില്ലാത്ത ദൂതുകളും വചന വെളിപ്പാടുകളും ദൈവമേ മക്കൾക്ക് വേണ്ടി കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം ഹല്ലേലൂയ ഈ ശുശ്രൂഷയിൽ ഇറങ്ങിയ കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രക്തത്താലും വചനത്താലും ജയം വെക്കുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസദൂരകലി ഖടീതപക ശന്തല സുംസമാന റബാന ബാരികല അടികാതിപക ശന്തലെ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം. മോളി അമ്മാൾ കെ സാമുവൽ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദാസിയെ ഹല്ലേലൂയ ആത്മാവ് ദാസിയെ ഇന്ന് പകൽക്കാലം വിവേചിക്കുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസദൂരകലി ഖടീതപക ശന്തല ഹല്ലേലൂയ ഷീകബാര റബാന ബാരികല അടികാതിപക ശന്തലെ. ഹല്ലേലൂയ സ്തോത്രം. ഷീംസദൂരകല ഘടകതപക ശന്തലി സൂദരദലക അടികാതിപക ശന്തലെ സുംസമാന റബാന ബാരികല അടികാതിപക ശന്തലെ. ഹല്ലേലൂയ സ്തോത്രം. മുക്കോടി ദേവന്മാരുടെ മധ്യത്തിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം രക്ഷയുടെ അനുഭവത്തിലേക്ക് കർത്താവ് കരം പിടിച്ച് നടത്തിയ ദാസിയെ ഷൂംസദൂരകലി ഖടീതപക ശന്തല. യേശു ദേവനാണ് എന്റെ വലിയ അവനാണ് വലിയവനെന്ന് പറയത്തക്ക രീതിയിൽ ദാസിയുടെ ജീവിതത്തിൽ നടന്ന സംഭവങ്ങളെ ഹല്ലേലൂയ സ്തോത്രം വിവിധ വിഷയങ്ങളെ ആത്മാവ് വിവേചിക്കുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇതിന്റെ മധ്യത്തിലും എൻ്റെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം തകർന്നു പോകാമായിരുന്ന സ്ഥാനത്ത് തകർന്ന ഇടത്ത് നിന്ന് എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസദൂരകലി ഖടീതപക ശന്തല സുംസമനകതപക ശന്തലെ സൂദനതരകാലി കാടികതപക ശന്തല. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം. അപ്പ നിന്റെ ദാസിയെ ഹല്ലേലൂയ സ്തോത്രം തകർന്ന ഇടത്തു നിന്ന് പണിഞ്ഞു കൊണ്ടുവന്ന മണ്ഡലങ്ങൾ ആത്മാവ് ദാസിയെ വിവേചിക്കുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസദൂരകലി ഖടീതപക ശന്തല. ഹല്ലേലൂയ കൽപാത്രമായ നിന്നെ മാനപാത്രമാക്കി ഹല്ലേലൂയ സ്തോത്രം കർത്താവ് മാനിച്ചു കൊണ്ടിരിക്കുന്ന വഴികൾക്കും വിധങ്ങൾക്കുമായി എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഷീകബാര റബാന ബാരികല അടികാതിപക ശന്തലെ. പലതും താൻ കേൾക്കുമ്പോൾ എൻ്റെ ദൈവത്തിന് സ്തോത്രം ഇതൊക്കെ സംഭവിക്കുമോ എന്ന് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞ ദാസിയെ ഹല്ലേലൂയ കേട്ട ദൂതുകളും വാഗ്ദത്തങ്ങളും തന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ സംഭവിച്ചു കാണുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം യേശു വലിയവനെന്ന് പറയത്തക്ക രീതിയിൽ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഷീംസദൂരകലി ഖടീതപക ശന്തല സുംസമാന റബാന ബാരികല അടികാതിപക ശന്തലെ. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം. നിന്റെ ദാസിയുടെ ജീവിതത്തെ എൻ്റെ കർത്താവ് പണിഞ്ഞുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ ഷീംസദാന റിഖാന ബാരികല അടികാതിപക ശന്തലെ സൂദരദുലകടകതപക ശന്തല. നെഹമ്യ 1:9 പറഞ്ഞിരിക്കുന്നത് പോലെ നിന്റെ ഭ്രഷ്ടന്മാർ ആകാശത്തിന്റെ അറുതി വരെ ചെന്നിരുന്നാലും അവിടെ ചെന്ന് അവരെ കൂട്ടിക്കൊണ്ടുവന്ന് എത്തേണ്ടത് എത്തിക്കുന്ന ഹല്ലേലൂയ സ്തോത്രം ദൈവമായിരിക്കാൻ എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. രക്ഷിക്കപ്പെടാത്ത വ്യക്തി ജീവിതങ്ങളെ നോക്കി ഹല്ലേലൂയ സ്തോത്രം ദിവസം പ്രതി വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദാസിയെ എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഈ നെഹമ്യാവിന്റെ പുസ്തകം 1-ാം അധ്യായം 9-ാം വാക്യം വെളിപ്പാടിൽ പ്രാർത്ഥിക്കുമ്പോൾ രക്ഷിക്കപ്പെടാത്ത ഷീംസമനകതപക ശന്തലെ സൂദനതരകാലി കാടികതപക ശന്തല സുംസി മനീതകാലി കടാതികാവിക ശന്തല. രക്തത്താലും വചനത്താലും ജയമെടുക്കുന്നു എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ ഷീംസദുരകല ഘടകതപക ശന്തലെ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ രക്ഷയുടെ ദാനം എൻ്റെ കർത്താവ് ഹല്ലേലൂയ സ്തോത്രം താൻ പ്രാർത്ഥിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി എൻ്റെ കർത്താവ് കൈമാറുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ താൻ സേവിക്കുന്ന ദൈവത്തെ സേവിപ്പാൻ ഷീംസമനകതപക ശന്തലെ ഒരു വറ്റം ഹല്ലേലൂയ സ്തോത്രം വ്യക്തി ജീവിതങ്ങളെ കൂടെ ചേർത്ത് പിടിക്കുവാൻ എൻ്റെ കർത്താവ് കൊടുക്കുന്ന ഭാഗ്യ പദവിക്കായ എൻ്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ ഷീംസദൂരകലി ഖടീതപക ശന്തല വെറും കൽപാത്രമായിരുന്ന അവളെ ഹല്ലേലൂയ സ്തോത്രം മാനപാത്രമാക്കി എൻ്റെ കർത്താവ് നിറയ്ക്കുന്ന കൃപയ്ക്കായിട്ട്
ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, അനുഗ്രഹ വിഷയമാക്കി നീ മാനിച്ചതിനായി സ്തോത്രം അപ്പാ. ഹല്ലേലൂയ. ബിനോയ് പാസ്റ്ററിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിന്റെ ദാസന് കൊടുത്തിരിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, വിവിധ താലന്തുകൾക്കായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. യേശുവിനെ പ്രഘോഷിക്കുവാൻ ശീംസദൂരകലി ഖടീദപക ശന്തല, ഹല്ലേലൂയ, സ്തോത്രം. എന്റെ കർത്താവ് കൊടുത്തിരിക്കുന്ന വിവിധ അവസരങ്ങൾക്കും വഴികൾക്കും വിധങ്ങൾക്കുമായി എന്റെ ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഒരിടയൻ തന്റെ ആടുകളെ മേയ്ക്കുന്നത് പോലെ ശന്തലെ അനേക വ്യക്തി ജീവിതങ്ങളെ ചേർത്ത് പിടിക്കുവാൻ, ഹല്ലേലൂയ, തകർന്നവരെ പണിയുവാൻ ഈ നാളുകളിൽ നിന്ന് ദാസനെ അഭിഷേകത്തിന്റെ നിറവിലേക്ക് എന്റെ കർത്താവ് കരം പിടിച്ച് നടത്തുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഷീംസദൂരകലി ഖടീദപക ശന്തല, ജീവിതത്തിലെ ശൂന്യതകളെ എന്റെ കർത്താവ് പണിതുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. മീരിയാം തപ്പെടുത്താർത്തതുപോലെ തന്റെ ഭവനത്തിലൊരു സന്തോഷത്തിന്റെ വാർത്ത എന്റെ കർത്താവ് കേൾപ്പിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഷീം സമാന റബാന ബാരികലാടികാധിപക ശന്തലെ, എന്റെ ദൈവത്തിന് സ്തോത്രം. വചന വെളിപ്പാടിൽ ഇന്ന് പകൽക്കാലം സാംസ് 128 എന്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ വചനദൂത് ദാസന്റെ കുടുംബത്തിന് വേണ്ടി, ഹല്ലേലൂയ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി ആത്മാവിൽ വചന വെളിപ്പാടിൽ അടിയന് വേണ്ടി ദൂത് കൈമാറി പ്രാർത്ഥിക്കുമ്പോൾ യഹോവ ഭക്തനായ പുരുഷൻ അനുഗ്രഹിക്കപ്പെട്ടവൻ, ഹല്ലേലൂയ, അവന്റെ ഭാര്യ ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും അവന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ആയിരിക്കുമെന്ന് തിരുവചനത്തിൽ അടിയൻ വായിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം. തലമുറകളെ കൊടുത്ത് എന്റെ കർത്താവ് മാനിക്കുവാൻ സർവശക്തനായിരിക്കാൻ എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പൊട്ടിയെ പോലെ ആത്മാവിൽ ദൂതെറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ സർവശക്തനായ ദൈവം ശാംസമനഗതപക ശന്തലെ സൂതനതരകാലി കാടികതപക ശന്തല സീം സമനഗതപക ശന്തലെ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ, സ്തോത്രം. ബ്ലസ്സി സിസ്റ്ററിനെ, ഹല്ലേലൂയ, ഭവനത്തിൽ മക്കളുടെ അമ്മയായി പോഷിപ്പിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ശന്തലെ, തലമുറ ലഭിക്കത്തില്ലെന്ന് ദൈവമേ പറഞ്ഞ സ്ഥാനത്ത് തലമുറകളെ തന്നു മാനിച്ച, എന്നെ മാനിച്ച, ഹല്ലേലൂയ, എന്റെ നിന്നയെ മാറ്റിയ, ഹന്നയുടെ നിന്നയെ മാറ്റിയതുപോലെ അടിയുടെ നിന്നയെ മാറ്റിയ എന്റെ സർവശക്തനായ ദൈവം, ഹല്ലേലൂയ, ദാസിയോട് കരുണ കാണിച്ചിരിക്കുന്ന കൃപയ്ക്കായിട്ട് ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരിക്കൽ കൂടെ കർത്താവെ, ഈ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിനെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, അനവധി വാഗ്ദത്തങ്ങളും ദൂതുകളും കർത്താവെ ശാംസമനഗതപക ശന്തലെ കേട്ട ഒരു പ്രയർ ഗ്രൂപ്പാണ് അപ്പ. എന്നാൽ ഞങ്ങൾ കേട്ട ദൈവത്തിന് സ്തോത്രം. വഴിയില്ലാത്തടത്ത് വഴി പറഞ്ഞു തരുന്നവൻ എന്റെ ദൈവത്തിന് സ്തോത്രം. ശന്തല, മറ്റാരും സഹായിക്കാനില്ലാത്തപ്പോൾ സഹായിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന്, ഹല്ലേലൂയ, സ്തോത്രം, ഞങ്ങളെ സഹായിക്കുന്നവൻ. രക്ഷിക്കപ്പെടാത്ത വ്യക്തി ജീവിതങ്ങൾക്ക് വേണ്ടി കരയുന്ന, ഹല്ലേലൂയ, സ്തോത്രം, കുടുംബ ജീവിതങ്ങളെ നോക്കി ഷീംസദൂരകലി ഖടീദപക ശന്തല, രക്ഷ നിരദാനമായിരിക്കാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ദൈവമേ, രോഗികളായിട്ടുള്ളവർ ുണ്ട് കർത്താവെ, ഹല്ലേലൂയ, അവർക്കൊക്കെയും സൗഖ്യദായകനായ എന്റെ കർത്താവ് ഇറങ്ങി വരുന്ന കൃപയ്ക്കായിട്ട് നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ജോലിയില്ലാതെ വഴിമുട്ടുന്നവരുണ്ട് കർത്താവെ. സാമ്പത്തിക പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന വ്യക്തി ജീവിതങ്ങളുണ്ട് കർത്താവെ. അവരുടെ മധ്യത്തിലൊക്കെയും ഞങ്ങൾക്ക് എല്ലാറ്റിനും വഴി പറഞ്ഞു തരുന്നവൻ, വഴിയില്ലാത്തടത്ത് വഴി ഉണ്ടാക്കി തരുന്നവൻ എന്റെ ദൈവത്തിന് സ്തോത്രം. ആ സർവശക്തനായ ദൈവത്തിന്റെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു കർത്താവെ. ഞങ്ങൾക്ക് വേണ്ടി വഴി പറഞ്ഞു തന്ന് വിടുതലൊരുക്കി വിരുന്നൊരുക്കുന്ന സർവശക്തനായ ദൈവത്തിന്റെ കരത്തിലേക്ക് സമസ്ത വിഷയങ്ങളും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. ഇന്ന് പകൽക്കാലം എന്റെ അപ്പൻ തന്ന കർത്താവെ ദൂതുകളും ദൈവമേ മാറ്റമില്ലാത്ത വചനങ്ങളും പൊട്ടിയെ പോലെ കർത്താവെ, ഹല്ലേലൂയ, അടിയന്റെ സാക്ഷ്യത്തോട് ചേർത്ത് ദൈവമക്കളുമായി പങ്കുവച്ചപ്പോൾ എന്റെ സർവശക്തനായ ദൈവത്തിന്റെ മഹത്വം ഈ ശുശ്രൂഷയിൽ ഇറങ്ങിയതിനായി എന്റെ ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവെ. അടിയനെയും കുടുംബമായി ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ. തന്നതല്ലാതെ എന്റെ ജീവിതത്തിലൊന്നുമില്ല അപ്പ. ധനമായി തന്ന 3 കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം കർത്താവെ. പ്രിയപ്പെട്ടവനായി സ്തോത്രം അപ്പ. ദൈവമേ, ആത്മാവിൽ കർത്താവെ, ഹല്ലേലൂയ, കണ്ട് സ്തോത്രം ചെയ്ത ദൈവമേ, വചന വെളിപ്പാടിൽ കുടുംബത്തിന് വേണ്ടി കുടുംബത്തെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഞാനും എന്റെ കുടുംബവും എല്ലാ കാലത്തും യഹോവയെ സേവിക്കും. നിന്നെ സേവിപ്പാൻ അനേകരെ കർത്താവെ വചനം കൊണ്ട് താങ്ങുവാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ അപ്പ തരുന്നതേമേ ദൂതുകൾ കൈമാറുവാൻ കൃപ തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ഈ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിനെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നിന്നെ ചുക്കാൻ പിടിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, വ്യക്തി ജീവിതങ്ങളെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്ന കർത്താവെ, ഹല്ലേലൂയ, ഗാനങ്ങൾ ആലപിച്ച് ശാംസമനഗതപക ശന്തലെ ആരാധനയിലേക്ക് ഞങ്ങളെ കരം പിടിച്ച് നടത്തി കർത്താവെ. സ്നേഹ സിസ്റ്ററിനെ കർത്താവെ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. കുടുംബമായി മാനിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഇത്രത്തോളം അപ്പന്റെ സന്നിധിയിൽ അപ്പന്റെ വചനം
കർത്താവെ ഒരുമിച്ച് പങ്കുവെക്കുവാൻ ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. അപ്പാ നിന്റെ മഹത്വം ഹല്ലേലൂയ ഈ ശുശ്രൂഷയിൽ ഇറങ്ങിയതിനായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ തന്ന കർത്താവെ ദൂതുകൾക്കും വാഗ്ദത്തങ്ങൾക്കുമായി സ്തോത്രം. അത് കർത്താവെ ഞങ്ങളുടെ ഓട്ടവും നോട്ടവും എപ്പോഴും ധ്യാനവും നിന്നിലേക്ക് മാത്രമായിരിക്കാൻ തക്കോണം ഞങ്ങളെ ഓരോരുത്തരെയും ഏൽപ്പിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സൂമിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വ്യക്തി ജീവിതങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവെ യാചനകൾ നീ കേട്ടതിനായി സ്തോത്രം. യാചനകൾക്ക് മറുപടി തന്നതിനായി സ്തോത്രം. സകലമാനവും മഹത്വവും നീ തന്നെ എടുത്തുകൊള്ളണമേ. സ്ഥലത്ത് ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച പൊന്നേശോപ്പച്ചന്റെ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. കൃപയുടെ ഉത്തരമല്ലുമാറാകണമേ. ആമേൻ. ഒരു വട്ടം കൂടെ കർത്താവിന്റെ നീതിയുള്ള വചനവുമായി ദൈവമക്കളുടെ മുമ്പിൽ കടന്നു വരുവാൻ എനിക്കൊരു അവസരം എൻ്റെ സർവശക്തനായ ദൈവം തന്നതിനായി സകലരുടെയും മധ്യത്തിൽ വെച്ച് എൻ്റെ യേശു കർത്താവിനെ ഞാൻ താണു വണങ്ങി നമസ്കരിക്കുകയും ദൈവമക്കളോട് എൻ്റെ നന്ദികളെ അറിയിക്കുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ അടിയനെയും കുടുംബത്തെയും ഓർക്കണമേ എന്ന അപേക്ഷയോടെ ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. മാറാനാഥ. പ്രൈസ് ദ ലോർഡ്. ആമേൻ ആമേൻ ആമേൻ. പ്രൈസ് ലോർഡ് പ്രൈസ് ലോർഡ്. ഇത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് സ്വന്തം ജീവിതാനുഭവത്തിൽ കൂടെ ദൈവവചനം സംസാരിച്ച ദൈവദാസിയോടുള്ള നന്ദിയും സ്നേഹവും കർത്താവിന്റെ നാമത്തിൽ അറിയിക്കുന്നു. ഇന്നത്തെ ശുശ്രൂഷ എന്തുകൊണ്ടും വ്യത്യസ്തമായിരുന്നു. കാരണം ഒരു ഡോക്ടറാണ് ആരാധന ലീഡ് ചെയ്തത്. അതുപോലെ തന്നെ വർഷിപ്പ് അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ പാട്ടുകൾ പാടി ദൈവാരാധനയിലേക്ക് നമ്മെ നയിച്ചത്. അതുപോലെ തന്നെ ലീഡ് ചെയ്തതും ഒരു നേഴ്സായിരുന്നു. അതുപോലെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട വചനം സംസാരിച്ചത് ഒരു നേഴ്സാണ്. എല്ലാം കൊണ്ടും കാരണം ഒരു മനുഷ്യന്റെ ജീവിതം തുടങ്ങുന്നത് തന്നെ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ഒരു കുഞ്ഞ് പുറത്തു വരുന്നത് ഒരു ഡോക്ടറുടെയും ഒരു നേഴ്സിന്റെയും കരങ്ങളിൽ. അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ ജീവിതം അവസാനിക്കുന്നതും ഏതെങ്കിലും ഒരു നേഴ്സിന്റെയും ഒരു ഡോക്ടറുടെയും കയ്യിൽ. അതിനുള്ളിലുള്ള ജീവിതവും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലുന്നതും ഒരു നേഴ്സും ഒരു ഡോക്ടറും മാത്രമേ ഉള്ളൂ ഈ ലോകത്തില്. രാത്രികാലം ഓരോ വ്യക്തിയുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ വരെ ഇന്ന് ദൈവാത്മാവ് വെളിപ്പെടുത്തി, അവരുടെ സങ്കടങ്ങളെയൊക്കെ ദൈവാത്മാവ് വെളിപ്പെടുത്തി എൻ്റെ മകളിൽ കൂടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവസാക്ഷ്യം കേൾക്കുവാനിടയായി. എൻ്റെ ജീവിതത്തിന് ഇന്ന് രാത്രി അതൊരു വളരെ അനുഗ്രഹമായിരുന്നു. രാത്രികാലം ദേവദാസിയോടുള്ള നന്ദി സ്നേഹവും അറിയിക്കുന്നു. സമയം കിട്ടുമ്പോഴൊക്കെ കർമ്മേൽ പ്രയർ ഗ്രൂപ്പിൽ കയറണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. വീണ്ടും നമുക്ക് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാനുള്ള സമയമാണ്. ജെഫിൻ ബ്രദറെ പ്രാർത്ഥിച്ച് എബിപാസ്റ്റർ ആശീർവാദം പറയണമെന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹമായ ഈ സമയത്തിനായി സ്തോത്രം കർത്താവേ. സന്നിധിയിൽ കർത്താവേ മീറ്റിംഗായി കടന്നു വരാൻ ഞങ്ങളെ ഒരുക്കിയതിനായി സ്തോത്രം കർത്താവേ. പാടുവാൻ പ്രാർത്ഥിപ്പാൻ സംഘത്തിനെ ധ്യാനിക്ക് വചനം ധ്യാനിപ്പാൻ കർത്താവ് മധ്യസ്ഥ പ്രാർത്ഥിപ്പാൻ കർത്താവിടിയായ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. പാടാൻ ദൈവാസിയെ ബലപ്പെടുത്തിയതിനായ സ്തോത്രം. ലീഡിയാൻ ദൈവാസിമാരെ ബലപ്പെടുത്തിയതിനായി സ്തോത്രം ചെയ്തു കർത്താവേ. വചനം ശുശ്രൂഷിക്കാൻ ബലപ്പെടുത്തിയ ദൈവാസിക്കായി സ്തോത്രം കർത്താവേ. ദൈവം പറഞ്ഞു കർത്താവ് നീ പരിശോധന കൂടെ നടന്നിപ്പോയാൽ കർത്താവ് നീ ഞങ്ങളെ ജീവിപ്പിക്കുന്ന ദൈവമായിരിക്കാൻ എന്റെ ദൈവാസിയെ കർത്താവ് എത്രത്തോളം മാനിച്ചു. തന്റെ ജീവിതത്തിൽ വരുന്ന സകല പ്രശ്നങ്ങൾക്കും സകല പ്രതികൂലങ്ങൾക്കും കർത്താവ് പരിഹാരമായി കൂടെ ഇരിക്കുന്ന ദൈവം കൂടെ വരുന്നതിനാല സ്തോത്രം ചെയ്യുന്നു. തന്റെ ദാസിയെ കൂടെ തന്റെ അനുഭവ സാക്ഷ്യങ്ങളും തന്നെ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ഭാരങ്ങളും കേൾക്കുവാൻ കർത്താവിടെയാക്കി കർത്താവ് ഒരു സാക്ഷിയെ ഉളവാക്കുവാൻ കർത്താവെ നിടയാക്കണമെന്ന് അപേക്ഷിക്കും കർത്താവെ. തന്റെ ദാസി പറഞ്ഞ ആ വിഷയത്തിന്മേൽ എല്ലാ കർത്താവ് കേട്ട വചനത്തിന്മേലും കേട്ട ആലോചനമേലും കർത്താവ് 1 സമൂഹത്തിന്റെ പുസ്തകത്തിന്റെ 9:6 ദേവാസി സ്പർശിച്ചു പോയി കർത്താവെ. എങ്കിൽ ദേവാസിയെ നീ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കും. അവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, ദാനമായി കൊടുത്ത പൈതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവെ. വചനം ശുശ്രൂഷിപ്പാൻ ദൈവം ഉപയോഗിക്കണമെന്ന് അപേക്ഷിക്കും. തന്റെ ഭക്തന്മാരുടെ ആഗ്രഹം സാധിപ്പിക്കും ദൈവമേ. ദേവാസി കുടുംബമായി ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. ഈ സൂമിൽ കടന്നു വരാൻ കർത്താവ് ഇടയാക്കിയതിനായി സ്തോത്രം. അവർ പ്രാർത്ഥിക്കും, രഹസ്യവും പരസ്യമായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ദൈവം അത്ഭുതം ചെയ്യണം. ഉപരിയായി ആ രാജ്യത്തിന് വേണ്ടിയും ദേശത്തിന് വേണ്ടിയും കർത്താവെ ദൈവം എടുത്ത് ഉപയോഗിക്കണമേ എന്ന് അപേക്ഷിക്കും കർത്താവെ. അനേകം മനം തകർന്നവരെ, അനേക സമപ്രശ്നങ്ങളിൽ കൂടി പോകുന്നവരെ കർത്താവെ ദൈവത്തിലേക്ക് നേടുവാനും അവർക്ക് വേണ്ടി കർത്താവെ ദൈവ രാജ്യത്തിലേക്ക് ഒരുക്കുവാനും കർത്താവ് ഇടയാക്കണമെന്ന് അപേക്ഷിക്കും കർത്താവെ. അനേകം നീതിയിലേക്ക് തിരിക്കുന്ന ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെ ശോഭിക്കുന്നു ദൈവത്തിന്റെ വചനം പറയുമ്പോൾ കർത്താവെ. ദൈവാസിയെ കർത്താവ് ഈ നാളുകൾ ഒരു അത്ഭുതമാക്കി എടുത്ത് മാറ്റണമെന്ന് അപേക്ഷിക്കും കർത്താവെ. തന്റെ ജീവിതത്തിൽ കർത്താവ് അസാധ്യങ്ങളെ മേടുകളെ കർത്താവ് സാധ്യമാക്കണേ. പ്രത്യേക കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന അപേക്ഷിച്ച ജീവിതങ്ങളെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. ഇന്ന് കൂടപ്പെട്ട എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് കേൾപ്പിക്കും കർത്താവെ. വീനസിസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കും. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ശൂന്യതലമേ പണിയുന്ന ദൈവം കർത്താവെ. തന്റെ ദാസിയുടെ ഉദരത്തിലെ എല്ലാ പ്രശ്നങ്ങളും മാറി ഒരു തലമുറ ഉണ്ടാകുവാൻ കർത്താവ് ഇടയാക്കണം. നീ അത്ഭുതം ചെയ്യണമെന്ന് അപേക്ഷിക്കും കർത്താവെ. തന്റെ ദാസിയുടെ നെടുവീർപ്പിന്മേൽ കർത്താവെ നീ അത്ഭുതം ചെയ്യണമേ കർത്താവെ. എന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം കർത്താവെ അവരുടെ ജീവിതത്തിൽ കർത്താവെ അത്ഭുതം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്ന കർത്താവെ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ് കർത്താവെ. തന്റെ ജോലിമേലും തന്റെ ശരീരമായ പ്രശ്നമേലും എല്ലാ തന്റെ ഭവനത്തിന്റെ ഇല്ലാത്ത കർത്താവ് എല്ലാ പ്രശ്നമേലും കർത്താവെ നീ അത്ഭുതം. കർത്താവിനെ അറിയുവാൻ കർത്താവിന്റെ കൽപ്പനയ്ക്ക് ജീവിക്കാൻ ദൈവാസി ഇടയാക്കണമെന്ന് അപേക്ഷിക്കും കർത്താവെ.
ഹന്നായെ മാനിച്ച ദൈവം കർത്താവെ, നിന്റെ പ്രവൃത്തി ആ ദേവാസിയുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു. സാറയെ മാനിച്ച ദൈവം നിന്റെ ജീവിതം വെളിപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. നമ്മളെ ചോർത്ത് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞ വിവാഹ കാര്യങ്ങളാണല്ലോ കർത്താവ്. അതിന്മേൽ കർത്താവെ, കാനാവിലെ കല്യാണത്തിന് കർത്താവെ അതിന്റെ പോരായ്മ പരിഹരിച്ച ദൈവം, അത്ഭുതം പ്രവർത്തിച്ച ദൈവം കർത്താവെ, തന്റെ ദാസിയുടെ കർത്താവെ കുടുംബത്തിൽ കുഞ്ഞിന്റെ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കും ദൈവമേ. എല്ലാ പോരായ്മയും കാനാവിലെ കല്യാണത്തിൽ പച്ചവളത്തെ വീഞ്ഞാക്കി കർത്താവ് പോരായ്മ പരിഹരിച്ച ദൈവമേ, നിന്റെ ദാസിയുടെ വിഷയത്തിന്മേൽ കർത്താവെ നീ അത്ഭുതം ചെയ്യണമെന്ന് അപേക്ഷിക്കും കർത്താവെ. ഒന്നിനും പതറിപ്പോകാതെ, ഒന്നിനും ഭാരപ്പെട്ടു പോകാൻ കർത്താവ് ഇടിയാക്കളെ എന്ന് പ്രവേശിക്കും കർത്താവ്. മറ്റു പ്രാർത്ഥന വിഷയം, ഞങ്ങളുടെ രോഗികളുണ്ട്, ദുഃഖം അനുഭവിക്കുന്നുണ്ട്, ഭാരം അനുഭവിക്കുന്നുണ്ട്, പ്രയാസം അനുഭവിക്കുന്നുണ്ട്, കഷ്ടത അനുഭവിക്കുന്നുണ്ട് കർത്താവെ. ജോലി ഇല്ലാത്തവരുണ്ട് കർത്താവെ, വിവാഹപ്രായമായിട്ട് വിവാഹം നടക്കാത്തതുണ്ട് കർത്താവെ. ദൈവമേ, തലമുറയില്ലാതെ ഭാരപ്പെടുന്ന മറ്റുള്ളവരുണ്ട് കർത്താവെ. ഇന്ന് ഭൂമി കടന്നു സർവ്വ വ്യക്തികളും കർത്താവെ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും കർത്താവെ. ഞങ്ങളുടെ ശുശ്രൂഷ കടന്നു ദീവാസന്മാരെ എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും കർത്താവെ. പ്രത്യേകിച്ച് ഇത് ലീഡ് ചെയ്യുന്ന ദീവാസിയും ഇത് ഡിവൈസിനെ നയിക്കുന്ന ദൈവമക്കളെയും എല്ലാം കർത്താവ് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുലത്തിന്റെ അവിടെ എവിടെയായിരുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ നിന്റെ അത്ഭുതകരം കർത്താവെ. കർത്താവെ ദേശമേ കർത്താവെ നിന്റെ കുറിച്ച് വ്യാപരിച്ച് കർത്താവെ നീ പലർക്കും പല അത്ഭുതങ്ങൾ നടക്കുവാൻ കർത്താവ് ഇടയാക്കണം. കടന്നു വരുന്നവർ പിടിക്കപ്പെടുവാൻ സഹായിക്കണം. അനേകർ കടന്നുവരും കർത്താവ് ഇടയാക്കണമെന്ന് അപേക്ഷിക്കും കർത്താവെ. ദൈവപ്രവൃത്തിക്കായി കേൾപ്പിക്കും കർത്താവെ. ദൈവം ഇത് കടന്ന എല്ലാ ദൈവമക്കളെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഒരു പ്രാവശ്യം കൂടി ഏൽപ്പിക്കുന്നു. ഈ വിഷയത്തിൽ എല്ലാം കർത്താവ് മറ്റു സഹോദരന്റെ കുഞ്ഞിന് കാര്യങ്ങളിലും അത്ഭുതം ചെയ്യണമേ. മറ്റു സഹോദരങ്ങളുടെ എല്ലാം ഓർത്ത് പ്രാർത്ഥിക്കും. ആളാം പ്രതി പേര് വരെ എല്ലാവരും ഓർത്ത്. ആരെങ്കിലും മനം തകർന്നവരായി, ആരെങ്കിലും ഭാരം അനുഭവിക്കുന്നവരായി, ആരും കടപ്പാടുത്താലും ഞെരുക്കാത്താലും ലോണിന്റെ വിഷയത്താലും മറ്റു ഭാരപ്പെടുന്നുണ്ട് കർത്താവെ. ദൈവത്തിന്റെ അത്ഭുതം അസാധ്യങ്ങളെ സാധ്യമാക്കുന്നതും കാക്കയോട് കൽപ്പിക്കുന്നതും തന്റെ ദൂതനോട് കൽപ്പിക്കുന്നതും കർത്താവെ നീ കൽപ്പിക്കുന്ന ദൈവമായിരിക്കാൽ കർത്താവെ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യണമെന്ന് അപേക്ഷിക്കും. ഒരു പ്രാവശ്യം ഇസ്രായേലിന്റെ സമാധാനത്തിന് ഞങ്ങൾ പ്രാർത്ഥിക്കും. ഇന്ത്യ മഹാരാജ്യത്തിന്റെ സമാധാനം ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. ലക്ഷണങ്ങൾ വിളിച്ചറിയിക്കും കർത്താവ്. ഞങ്ങൾ ഒരുക്കമുള്ളവരായി തീരുവാൻ കർത്താവെ. ഞങ്ങളുടെ കർത്താവ് ആകാശ ലക്ഷണങ്ങളും ജാതീയ ലക്ഷണങ്ങളും പ്രാപഞ്ചിക ലക്ഷണങ്ങൾ കാണുമ്പോൾ കർത്താവ് സഹായിക്കുന്നു. നീ ഭൂമി സംബന്ധിച്ച് എല്ലാ ദേവാസുരഭാചനം കർത്താവ് കേട്ടത് ആൽപ്രത ജീവിതത്തിൽ അത്ഭുതമായി തീരുവാൻ കർത്താവ് ഇടിയാക്കണമെന്ന് അപേക്ഷിക്കുന്നു കർത്താവെ. ആളാം പ്രതിപേര് വരെ ഓർത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും കർത്താവ്. ആളാം പ്രതിപേര് വരെ എല്ലാവരും ഓർത്ത് പ്രാർത്ഥിക്കും. ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്ന് അപേക്ഷിക്കും കർത്താവെ. പ്രത്യേക ഒരു പ്രാവശ്യം കൂടെ ദൈവാസി ഏൽപ്പിക്കുന്നു. ഇനിയും ഇതിൽ കടന്നു വന്ന് കർത്താവ് അനേകം ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടിയാക്കണേ. അഭിഷേകങ്ങളും നാവായി തീരും, അഗ്നി നാവുകളായി തീരുവാൻ കർത്താവ് പ്രവൃത്തി വെളിപ്പെടണം കർത്താവ്. എല്ലാം കർത്താവിന്റെ പൊന്നുകാരൻ വിട്ടുവരിക്കുന്ന വിഷയങ്ങളെല്ലാം ഓർത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാം ദൈവനാമത്തിനായി തീരട്ടെ. എല്ലാവരും കർത്താവ് ഓർത്ത് എല്ലാ വിഷയങ്ങളെയും ഞങ്ങൾ ഓർത്ത് ഒരു പ്രാവശ്യം ദൈവത്തിന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥി വിട്ടുവരും വിഷയങ്ങളെല്ലാം ദൈവസ്ഥാനിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് പ്രാർത്ഥന സ്തോത്രം യേശുവിന്റെ നാമം തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമുക്ക് നല്ലൊരു കൂട്ടായ്മ നൽകിയല്ലോ, നല്ല ശുശ്രൂഷകൾ നൽകിയല്ലോ. ദൈവം നമ്മളെ ആത്മീയമായി ഭൗതികമായി ഇന്ന് പകൽക്കാലം സഹായിച്ചല്ലോ. സ്തോത്രം കൊടുക്കാം. സ്തോത്രം, 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 സ്തോത്രം. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും പുത്രനാം യേശുവിന്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ ആശ്വാസങ്ങളും സംബന്ധങ്ങളും നാം എല്ലാവരോടുകൂടെയും ശുശ്രൂഷിച്ച എല്ലാ ദൈവമക്കളോടുകൂടെയും ഇന്നു മുതൽ എന്നേക്കും ക്രിസ്തുവിന്റെ നാളോളം ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ചെയ്യുന്ന കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ഗോഡ് ബ്ലെസ് യു.